ഇപ്പോൾ യൂട്യൂബിലൊക്കെ പല വീഡിയോസും കാണുന്നുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് വീടുണ്ടാക്കാം. 10 ലക്ഷം രൂപയ്ക്ക് വീടുണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു ഗസ്റ്റ് സെക്കൻഡ് ടൈം വന്നിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതായത് വീട് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്ത് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പോലും പുള്ളി അത് ഒരു തരത്തിലും സാറ്റിസ്ഫൈഡ് അല്ല. ഒരാൾ വീട് വെക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ മൈൻഡിൽ ഓൾറെഡി ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ആ ബഡ്ജറ്റിന്റെ ഏകദേശം എത്ര പെർസെൻറ്റേജ് നമ്മൾ ശരിക്കും ഈ ഒരു ഇനീഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം, ഒരു ഓപ്റ്റിമം വേയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ? ഈ വീട് ഉണ്ടാക്കാൻ ഒരു കോസ്റ്റ് ഉണ്ട്. അത് ഇന്ന സ്പെസിഫിക്കേഷൻസ് വെച്ച് ഉണ്ടാക്കാൻ ആ കോസ്റ്റ് വരും. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇപ്പോഴും കൺവെൻഷണൽ രീതിയിൽ ചിന്തിക്കുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്. അവരുടെ ഡിസൈൻ പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് വില്ലാസൊക്കെ ഓൾറെഡി ബിൽഡായിട്ടുള്ളത് വാങ്ങാൻ നമ്മളിങ്ങനെ ആഡ്സ് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇവരെന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്ത്, എങ്ങനെ അതിൻ്റെ ഫൗണ്ടേഷൻ പോയി ഒന്നും നമുക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു വില്ല നമ്മളിപ്പോൾ ബൈ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക? 10 രൂപയുടെ കിൻഡർ ജോയ് അത് ഞാൻ 2 രൂപയ്ക്ക് നിനക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളത് അതായിരിക്കില്ല. ബഡ്ജറ്റ് കുറഞ്ഞ വീടുകൾ വരുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ? പല ആൾക്കാരും ഞാനിപ്പോഴും ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷം 3Dയിലേക്ക് പോകുന്നവരുണ്ട്. നോർമലി പറയുന്ന പോലെ നമ്മൾ ടെൻഷൻ ആവുന്നത് കൂടുതലും നമ്മളെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾക്കായിരിക്കും. AI വെച്ച് ജനറേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ആണെങ്കിലും 3D മോഡൽ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എത്ര പോസിബിലിറ്റി ആണുള്ളത്? അതൊക്കെ റിയൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയർ ഡിസൈനിങ്ങിലേക്ക് പോകുമ്പോഴാണ്. ഇതിലാണ് കൂടുതലും AI ജനറേറ്റ് ചെയ്ത ഇമേജസ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ എളുപ്പമാണ് ഒരു സാധാരണക്കാരനും അത് ചെയ്യാം. അപ്പം നല്ലൊരു കോൺട്രാക്ടർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ എടുത്തില്ലെങ്കിൽ 1.5 വർഷം പോയി. എൻ്റെ കോട്ടിനേക്കാൾ ഒരു 25% കുറച്ചിട്ട് ഒരാൾ കോട്ട് ചെയ്യുമ്പോൾ ഞാൻ അയാളായിട്ട് തീർച്ചയായിട്ടും ഞാൻ യോജിക്കില്ല, ഞാൻ വിയോജിക്കും. കാരണം അയാൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എൻഡ് ഓഫ് ദി ഡേ കസ്റ്റമർ സഫർ ചെയ്യും. ഒരു 30 lakhs പ്രൊജക്ട് ഞങ്ങൾ 18 lakhs ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 30ക്ക് ബഡ്ജറ്റ് ചെയ്ത പ്രൊജക്ട് 18 ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. തീരെ റിലയബിൾ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വാസ്തു പറയുന്നവരാണ്. അങ്ങനെയുള്ളവരടുത്തൊക്കെ ഞാൻ പറയുന്നത് വാസ്തു പ്യുവർ സയൻസ് തന്നെയാണ്, അതിലൊരു സംശയമല്ല. അതിൻ്റെ ലക്ഷണങ്ങളാണ് പഴയ തറവാടുകൾ, ഇല്ലങ്ങളൊക്കെ ഇപ്പോഴും ചെന്നിരുന്നത്. അവിടെ കേസ് ഉണ്ടായിട്ടാണോ? ഇപ്പോൾ നോർമലി ലേബർ കോൺട്രാക്ടർ ഒന്നും ചെയ്യുന്നവർ ഇങ്ങനത്തെ എക്സ്പെൻസുകളൊന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല. അവർ പറയുന്ന എനിക്ക് ഇത്ര ചിലവായിട്ടുള്ളൂ. ആക്ച്വലി അതല്ല ചിലവായിട്ടുണ്ടാവുക. ഞാൻ ബെറ്റ് വെക്കുന്നു, എൻ്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ആയിട്ട് വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഏറ്റവും വലിയ ചേഞ്ചും ആൾക്കാർ തീരെ ബോധേഡ് അല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഡിസൈൻ പാർട്ട് ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഡിസൈൻ ഹാസ് ടു ബി കം ഫ്രം എൻ ആർക്കിടെക്ട്. ഹലോ ആൻഡ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് വോയിസ് ഓഫ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു ഗസ്റ്റ് സെക്കൻഡ് ടൈം വന്നിരിക്കുകയാണ്. ആർക്കിടെക്ചർ, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ആയിട്ടുള്ള അഫ്സലാണ്. വെൽക്കം അഫ്സൽ. താങ്ക് യു. വെൽക്കം. നമ്മളിപ്പോൾ ലാസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്തിട്ട് ഒരു 6 months മുകളിലായിട്ടുണ്ടാവും. 7 months ആയിട്ടുണ്ടാവും എക്സാക്ട്. സോ ഹൗസ് ലൈഫ് ബീൻ ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക്? ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ പോഡ്കാസ്റ്റ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു, ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് പ്രയറായിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല ചെയ്തിട്ടുള്ള. 1-2 തവണ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടുള്ള പരിചയമുള്ളൂ. അതും ഞാൻ ഭയങ്കര പേടിയായിരുന്നു ആദ്യത്തെ ചെയ്യുമ്പോൾ. പക്ഷെ നിങ്ങളുടെ അടുത്ത് വന്ന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കതിൻ്റെ റിസൾട്ട് ഇൻ ദ ടൈംസ് ഓഫ് ബിസിനസ് അല്ല എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൾക്കാരുടെ അടുത്ത് നിന്നുള്ള റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവായിരുന്നു. അതായത് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് കൺസേൺസ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പല ടോപ്പിക്കുകളും ഭയങ്കര ജെന്യുവനായിട്ടും റെലവൻ്റ് ആയിട്ടും സംസാരിച്ചു, കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 to 14 years ആയി. ഞാനിതിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 7-8 years ആയി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതായത് വീട് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്ത് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പോലും പുള്ളി അത് ഒരു തരത്തിലും സാറ്റിസ്ഫൈഡ് അല്ല. പുള്ളിക്ക് പുള്ളിയുടെ ഫാമിലിയെ ഒന്നും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പുള്ളി എന്നെ വിളിച്ചിട്ട് അത് ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിൽ ഞാൻ ഫുൾ പോഡ്കാസ്റ്റ് കണ്ടു. ഞാൻ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും അതേപോലെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പോഡ്കാസ്റ്റിൽ. അപ്പോൾ അഫ്സൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിൽ 1.5 hours ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് കണ്ടിട്ട് വിളിച്ചിട്ട് ഒരാൾ അത്രയും ടൈം അയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു ക്വാളിറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഡെലിവറി ചെയ്യുന്നുണ്ടാണല്ലോ. ആ പ്രൊജക്റ്റ് നമ്മൾ എടുക്കുക, അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത്
ഇതിൻ്റെ ഒരു സെക്കൻഡ് എപ്പിസോഡ് പോയാലോ എന്ന് ഒരു റിക്വസ്റ്റ് ഞാൻ അങ്ങോട്ട് വെച്ചത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വാല്യൂസ് കൂടുതൽ ഡെലിവർ ചെയ്യുന്നത് ആൾക്കാരുടെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു കോഴ്സും അവിടെ ഡെലിവർ ആവുമല്ലോ എന്തായാലും. ഇപ്പോൾ ഒരുപാട് പേര് പോഡ്കാസ്റ്റ് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ ഈ ഒരു അല്ലെങ്കിൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഈ സർവീസസിന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേഗമായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതെങ്ങനെയാണ് നിങ്ങളൊരു കോൺക്രീറ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ കൺസെപ്റ്റിനെ കൊണ്ടുവരേണ്ടതെന്നൊക്കെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അതിന് നോർമലി അവരുടെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എൻക്വയറി, ഇപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആഡ് കണ്ടിട്ടോ എന്ത് കണ്ടിട്ടാണെങ്കിലും ഒരു എൻക്വയറി പ്ലേസ് ചെയ്യുന്ന ആൾ ആദ്യം വരുന്നത് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻക്വയറി അവരുടെ അടുത്തായിരിക്കുമല്ലോ. അവർ ഓവറോൾ ഒരു കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. നോർമലി എല്ലാവരും ചെയ്യുക സെയിൽ ക്ലോസ് ചെയ്യാനാണ് ചെയ്യുക. നമ്മൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത് സെയിൽ ക്ലോസ് ചെയ്യുന്നതിന് മുൻപേ അല്ലെങ്കിൽ അതൊരു നമ്മളായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആവുന്നതിന് മുൻപേ നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്ന ടീമുമായിട്ടൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്താം. സംടൈംസ് ഇറ്റ് ഗോസ് ടു 3 hours 4 hours ഒക്കെ ഉള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും. ഇൻ ആൻഡ് ഔട്ട് അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ പോകാറുള്ളൂ. നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല, വർക്ക് നമുക്ക് നിർബന്ധമാണ്, ഇപ്പോൾ വർക്ക് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്കും ഒരു ബേസിക് ഒരു ഇനീഷ്യൽ ഒരു ഗ്രിപ്പ് വരുമല്ലോ, ഇവർക്ക് എൻ്റെ അത് സെർവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് ഒരു പരിധി വരെ പോഡ്കാസ്റ്റിൽ ഡെലിവർ ആയിട്ടുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളൊരു വാല്യൂ ഡെലിവറി ചെയ്തിട്ട് നമ്മളെടുത്ത് വരുന്ന ഒരാളും നമ്മളൊരു ബേസിക് ഒരു ആഡ് റൺ ചെയ്തിട്ട് വരുന്ന ആളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിലെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് കംപ്ലീറ്റ് സംസാരിക്കുന്നു. അപ്പം തന്നെ അവർക്ക് മനസ്സിലായി ഈ ചലഞ്ചസ് ഒക്കെ ഇവർ ഫേസ് ചെയ്തിട്ടുണ്ട്, ഇവർ ഇതിനൊക്കെ സൊല്യൂഷൻ വന്നുകൊണ്ടാണല്ലോ ഇവർ വന്നിരുന്ന് സംസാരിക്കുന്നത്. അവിടെ തന്നെ നമ്മളൊരു 50% കവറായി. പിന്നെ വരുന്നത് നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈമിലൂടെ തന്നെ നമുക്കത് ക്ലിയർ ആവും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നില്ല അതൊരു ഇന്നൊരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഇന്നൊരു ആർക്കിടെക്റ്റുമായിട്ട് മുൻപോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ മാത്രമേ അത് സഹായിക്കുള്ളൂ, തുടങ്ങാൻ മാത്രം. പക്ഷെ അതൊരു ബാക്കിയുള്ള ഇൻ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ആരാണോ അതിൻ്റെ ഡിസൈൻ സൈഡ് ഹാൻഡിൽ ചെയ്യുന്നത് അവരിടുന്ന അതേപോലത്തെ ഒരു എഫേർട്ട് കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ഫീഡ്ബാക്ക് ആയിട്ട് വരണം. ചില കസ്റ്റമേഴ്സ് നമ്മളിപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്, നമ്മളെല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ പോലും നിങ്ങളൊരു 4-5 തവണ വരച്ചില്ലേ, ഇനിയും എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു 2-3 തവണ ഡിസൈൻ ചെയ്ത് ചിലപ്പോൾ ആർക്കിടെക്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും കസ്റ്റമറുടെ ആണെങ്കിലും എല്ലാ നീഡ്സും അതിൽ ഫുൾഫിൽ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ചിലർക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറയുന്നത് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീടാണ്, നിങ്ങളുടെ ഡ്രീമാണ്. അപ്പോൾ ആ ഡ്രീം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കണ്ട സ്വപ്നം നിങ്ങൾക്ക് ബാക്കി ചില ആൾക്കാരെ പോലെ ഫുള്ളായിട്ട് ഡെലിവറി ചെയ്താൽ കമ്മ്യൂണിക്കേറ്റ് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ആദ്യത്തെ 2-3 മീറ്റിംഗ് കഴിയുമ്പോഴായിരിക്കും പറഞ്ഞ നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് വരാതെ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാം. അപ്പോൾ അവിടെ കുറച്ച് പേഷ്യൻസ് നമ്മൾ കൊടുത്ത് കറക്റ്റായിട്ട് ഡിസൈൻ ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ള നിർബന്ധം. അതല്ലാതെ ഒരു ഡിസൈനറെ നമ്മൾ ചൂസ് ചെയ്തു, അയാളെ കൊണ്ട് വരപ്പിച്ചു, ഒരു 10-20 തവണ വരച്ചിട്ട് ശരിയാണല്ലേ നിങ്ങൾ വേറെ ഒരാളിലേക്ക് പോകണമെന്ന് ഞാൻ അംഗീകരിക്കും. 1-2 തവണ വരച്ചിട്ട് എനിക്കിത് അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഇപ്പോൾ കസ്റ്റമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പ്രശ്നമാവാം. ഈ ആൾക്കാരെ ചൂസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എവിടെയും സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ അത് കറക്റ്റ് ആവുക, എന്നിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് നമുക്ക് 100% ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലി നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻസ് എത്രത്തോളം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആവുന്നു അത്രത്തോളം റിസൾട്ട് അടിപൊളിയാവും. നമ്മളിപ്പോൾ ഈ പ്ലാനിന്റെയും 3D മോഡലിന്റെ ഒക്കെ കേസ് പറയുമ്പോൾ ഇപ്പോൾ spacely.ai ഒക്കെ പോലുള്ള ഒരുപാട് ടൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെടുത്ത് ഓൾറെഡി AI വെച്ചിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരിക ഈ പിക്ചേഴ്സ് ഒക്കെ. അപ്പോൾ അത് ഈ AI വെച്ച് ജനറേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ആണെങ്കിലും 3D മോഡൽ ആണെങ്കിലും അതൊക്കെ എത്ര ലൈക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എത്ര പോസിബിലിറ്റി ആണുള്ളത്, അതൊക്കെ റിയൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ആര് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. AI നമുക്ക് ഇനി അങ്ങോട്ട് മാർക്കറ്റിലേക്ക് ടെക്നോളജീസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ആൾക്കാരുടെ സമയത്ത് സേവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ല ഇപ്പോൾ ഒരു ഡിസൈനർ ഇരുന്നിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത് പോലെ അതൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഒരു 10 റെൻഡറിങ്ങിന് ഇത്രയും സമയം എടുത്തിരുന്നു, 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്തിരുന്ന സാധനം 10 മിനിറ്റ് കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സമയത്തിൽ 50 മിനിറ്റ്സ് സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അത് 100% നമ്മൾ വെൽക്കം ചെയ്യണം. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരാണ് ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ജിജൻ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ വരുന്ന ചലഞ്ച് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് പോകുമ്പോഴാണ്. ഇതിലാണ് കൂടുതലും AI ജനറേറ്റ് ചെയ്ത ഇമേജസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ എളുപ്പമാണ് ഒരു സാധാരണക്കാരനും അത് ചെയ്യാം. പക്ഷേ അയാളുടെ ഇമോഷൻസ് അയാൾ ഈ AI ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവോ എന്നുള്ളതൊരു ചോദ്യമാണല്ലോ.
ഇപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ്, ഓക്കെ ഓക്കെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ്, എനിക്കൊരു ഇൻറ്റീരിയർ ഡിസൈൻ, ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ തീരും തീർച്ചയായിട്ടും. പക്ഷെ അത് നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിജിന് ഒരു വീട് വെക്കണം, ജിജിൻ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങിയ സമയത്ത് ഇൻറ്റീരിയറിനായിട്ട് വന്നു, കുറേ എയിൽ പ്രോംപ്റ്റ് ചെയ്ത ഇമേജസ് എന്നെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജിജിൻ്റെ ഇഷ്ടമാണെങ്കിൽ എനിക്കത് ഡെലിവറി ചെയ്യാൻ പറ്റും. ബട്ട് അതിലേക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞാനാണ് അതിൻ്റെ പ്രോംപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജിജിൻ്റെ എല്ലാ റിക്വയർമെൻറ്റും എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു പ്രോംപ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഒന്നും കൂടി പ്രോപ്പർ ആവും, ഡിഫറെൻ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാ കോഴ്സുകളിലും സോഫ്റ്റ്വെയറിലൊക്കെ AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇപ്പോൾ കൂടുതലും പഠിപ്പിക്കുന്നത്. അത് നല്ലതാണ്. അതായത് ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ദിവസം ഒരു ഡിസൈനാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിക്കാം, അയാളെ കൊണ്ട് ഒരു 4 എണ്ണം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ആൾക്കാരെ നമുക്ക് സെർവ് ചെയ്യാമല്ലോ, നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ സർവീസ് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജീസ് വരുന്നത് 100% നല്ലതാണ്. പക്ഷെ അത് ഈ ഇമോഷൻസും കൂടി മനസ്സിലാക്കിക്കൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു പ്രൊജക്റ്റായിട്ട് പോകുന്ന സമയത്ത് ആ ആർക്കിടെക്റ്റ് എന്താണ് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ ചെയ്യുക? അത് ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറും. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം, നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി നമ്മൾ കസ്റ്റമറുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മീറ്റിംഗ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെയിൽസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ നടത്തി അറ്റ്ലീസ്റ്റ് ഇവരുടെ അടുത്ത് സംസാരിക്കാനെങ്കിലും പറ്റും എന്നുള്ളൊരു തോന്നൽ കസ്റ്റമർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യുന്ന സൈറ്റ് വിസിറ്റ് ആണ്. ഈ സൈറ്റ് വിസിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നോർമലി ആ സൈറ്റ് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തതിന് ശേഷം ആ സൈറ്റിലെ കണ്ടീഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഡിസൈനിലേക്ക് പോകാൻ. അപ്പോൾ ആദ്യം അനലൈസ് ചെയ്തു, അതിനുശേഷം പിന്നെ ഇനീഷ്യലി ഫ്ലോർ പ്ലാൻ ഡിസൈനിങ്ങിലേക്കാണ് പോവുക. അതിന് ബേസിക്കലി നമ്മൾ സ്കെച്ചിങ് ചെയ്യും, ഒരു കോൺസെപ്റ്റ് സ്കെച്ചിങ് ചെയ്യും. ആ കോൺസെപ്റ്റ് നമ്മൾ അയച്ചു കൊടുത്ത് സ്യൂട്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ CAD ഡ്രോയിങ്ങിൽ വരച്ച് പിന്നെ ഇനീഷ്യൽ ഫ്ലോർ പ്ലാൻ സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള സർവീസ് ആയിട്ടുള്ള 3D പിന്നെ വർക്കിംഗ് ഡ്രോയിങ്. അപ്പോൾ എന്തായാലും നമുക്കൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അത് ഇവർ വന്ന് വിസിറ്റ് ചെയ്ത് തന്നെ അത് അനലൈസ് ചെയ്തിട്ടൊരു ഡിസൈൻ ഉണ്ടാക്കുന്ന 100% നിർബന്ധമാണ് ഈ സൈറ്റ് വിസിറ്റ് അല്ലെങ്കിൽ സൈറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമുക്കൊരു പ്ലോട്ടിൻ്റെ, ചില ആൾക്കാർ പറയും പ്ലോട്ട് സ്കെച്ച് മതി എന്ന് പറയുന്നവരുണ്ട്. അത് ചിലപ്പോൾ അവരത്രയും എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. കാരണം പ്ലോട്ട് സ്കെച്ച് മാത്രം മതി എന്ന് പറയുമ്പോൾ അതൊരു 2D ഡ്രാഫ്റ്റ് ആണ്. ആ പ്ലോട്ടിൻ്റെ അനാലിസിസ് നമുക്ക് ആ പ്ലോട്ട് സ്കെച്ച് വെച്ച് നടത്താൻ പറ്റില്ല. പിന്നെ കസ്റ്റമർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കൊടുക്കുകയാണ്. ചിലപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടാവാം, നല്ലതാണ്. ബട്ട് ഇപ്പോൾ ഒരു സൈറ്റ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ഒരു സൈറ്റിൽ ചെന്ന് ക്ലയൻറ്റ് ഇതുപോലെ പ്ലോട്ട് സ്കെച്ചും കാര്യങ്ങളൊക്കെ തന്ന് നമ്മുടെ ഡിസൈൻ നിങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്യണമെന്നില്ല എന്ന കസ്റ്റമറെ നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മൾ നിർബന്ധമായിട്ട് ചെന്നപ്പോൾ റോഡിൻ്റെ ലെവലിൽ നിന്ന് പ്ലോട്ട് താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മഴക്കാലം വരുമ്പോൾ വെള്ളം മൊത്തം പ്ലോട്ടിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ അത് ക്ലയൻറ്റ്, ഞങ്ങൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും വിട്ടു പോകുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടിട്ട് വേണം. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അത് ഡിസൈനിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വർക്കിംഗ് ഡ്രോയിങ്ങിലും ഡീറ്റെയിലും വന്നാലാണ് കൺസ്ട്രക്ഷൻ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാതെ ഒരു കോൺട്രാക്ടിങ്ങിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത ബഡ്ജറ്റിൽ കൺസ്ട്രക്ഷൻ തീർക്കാൻ പറ്റില്ല. എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും, ഓരോ ചെറിയ കാര്യങ്ങളും എഫക്റ്റ് ചെയ്യുന്നത് കസ്റ്റമറുടെ പോക്കറ്റിലുള്ള ഫണ്ടിനെ തന്നെയാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ബ്ലൂ പ്രിന്റും അതേപോലെ തന്നെ ടെക്നിക്കൽ ഡ്രോയിങ്സ് ഒക്കെ എത്ര ഇമ്പോർട്ടൻ്റ്, അത് ഏത് സമയത്താണ് ഒരാൾ ചെയ്യേണ്ടത്? ഡീറ്റെയിൽ വർക്കിംഗ് ഡ്രോയിങ്. അപ്പോൾ ആർക്കിടെക്ചർ ഡ്രോയിങ്സ് ചെയ്യുന്നതും ഒരു നോർമൽ ഒരു ഡ്രാഫ്റ്റ് മാൻ ഒരു ഡ്രോയിങ് ചെയ്യുന്നതും തമ്മിലുള്ള, ഇപ്പോൾ നാട്ടിലിപ്പോൾ നോർമലി നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്, അത് ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പ്ലാനും 3Dയും മാത്രം പ്രിപ്പയർ ചെയ്ത് വീടിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകും. ഈ പ്ലാനും 3Dയും കാണുമ്പോൾ തന്നെ ഞാൻ സ്ക്വയർ ഫീറ്റിന് 2500 രൂപക്ക് നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറയുന്നവരുടെ അടുത്ത് നിങ്ങൾ ഒരിക്കലും വർക്ക് കൊടുക്കരുത്. ഇനി ഈ ഒരു കാര്യത്തിൽ ഒരു ഡിബേറ്റിന് ആര് വിളിച്ചാലും ഞാൻ ചെന്നിരുന്ന് സംസാരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതെന്താണ് ഈ കസ്റ്റമർക്ക് വേണ്ടത് എന്നുള്ളത്, ഈ പ്ലാൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ നമ്മളെ സഹായിക്കുന്ന ഡ്രോയിങ് ആണ് ഈ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ജിജിൻ എന്നെ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം. ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്നു, ജിജിനൊരു വീട് പ്ലാൻ ചെയ്തു, ജിജിൻ്റെ പ്ലാൻ ഉണ്ടാക്കി 3Dയും പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് വേണമെന്ന് പറയുമ്പോൾ ജിജിൻ എൻ്റെ അടുത്ത് എന്ത് പറയും, അതിനൊന്നും ആവശ്യമില്ലല്ലോ, എനിക്ക് ഓൾറെഡി കൊട്ടേഷൻ കിട്ടിയെന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ വീട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫ്രണ്ടിൽ കുറേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, കുറേ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഈ എലമെൻറ്റ്സ് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോ നോക്കിയിട്ട് ജിജിന് പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. അതിനാണ് വർക്കിംഗ് ഡ്രോയിങ്സ്. അതിന് മാത്രമല്ല, എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണമെന്ന് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യണം. സോയിൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ അവിടെ ഏത് ടൈപ്പ് ഫൗണ്ടേഷനാണ് അവിടുത്തെ സോയിൽ ടെസ്റ്റ് ചെയ്ത കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം എഞ്ചിനീയർ റെക്കമെൻഡേഷൻ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണെന്ന് തീരുമാനിക്കേണ്ടത്.
അതിൻ്റെ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യണം. മുകളിൽ ഇപ്പോൾ വീടിൻ്റെ മുകളിൽ ചില ആൾക്കാർ നോർമൽ കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ബെൽറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ ബെൽറ്റിന് എത്ര തിക്നെസ് ആണെന്ന് മനസ്സിലാവണം, ഇതിൽ എത്ര കമ്പി ഇടുന്നുണ്ടെന്ന് മനസ്സിലാവണം, ഈ കമ്പിയുടെ ഇടയിൽ കൊടുക്കുന്ന റിംഗ് ഉണ്ടല്ലോ, അതിനെ ഒരു റിങ്ങിൽ നിന്ന് ഒരു റിങ്ങിലേക്ക് സെൻറ്റർ ടു സെൻറ്റർ എന്നാണ് പറയുന്നത്, എത്ര ഡിസ്റ്റൻസ് ആണെന്ന് പറയണം. ചിലവർ 12 സെൻറ്റിമീറ്റർ കൊടുക്കും, ചിലവർ 15 സെൻറ്റിമീറ്റർ കൊടുക്കും. ഇതൊക്കെ ഇതിൻ്റെ ഈ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വീടിൻ്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ചില ഡോറ് 8 ഫീറ്റ് ഹൈറ്റ് ഉള്ളതുണ്ടാവും. ഫോട്ടോ നോക്കിയാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒരിക്കലും മനസ്സിലാവില്ല. ഈ ടെക്നിക്കൽ ഡ്രോയിങ്സ് തന്നെയാണോ ഇലക്ട്രിക്കൽ എല്ലാം കാര്യങ്ങളും എല്ലാം വരുന്നത്? അതായത് കൺസ്ട്രക്ഷൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ നമ്മളെ ആ കൺസ്ട്രക്ഷൻ ഹാസിൽ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡ്രോയിങ് എന്ന് പറയുന്ന കാര്യത്തിൽ. ഇത് ഏത് സമയത്താണ് ആഫ്സൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇത് ഇനീഷ്യലി പ്ലാനിങ് കഴിഞ്ഞ് 3D കൺഫേം ആയാലാണ് ടെക്നിക്കൽ ഡ്രോയിങ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ 3Dനെ ബേസ് ചെയ്ത് ആ സോഫ്റ്റ്വെയറിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കേണ്ട കുറേ ഡാറ്റകളുണ്ട്. എത്ര ഹൈറ്റിലാണ് വരുന്നത്, ലിൻഡൽ എത്ര ഹൈറ്റിലാണ്, ആ ഡിസൈനർ എന്താണ് വിചാരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ആ ടെക്നിക്കൽ ഡ്രോയിങ്ങിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കൂടി നമുക്ക് വേണം. ബട്ട് ഈ ടെക്നിക്കൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ക്വാണ്ടിറ്റി വർക്കിൻ്റെ കൊട്ടേഷൻ എടുക്കരുത്. പല ആൾക്കാരും, ഞാനിപ്പോഴും ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷം 3Dയിലേക്ക് പോകുന്നവരുണ്ട്. വീട് നിർമ്മിച്ച് കഴിഞ്ഞിട്ട് പോലും അവസാനം ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ല എന്ന് പറയും. പക്ഷേ അത് വിചാരിച്ചത് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന കോൺട്രാക്ടർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അയാൾക്ക് ആ ഡാറ്റ നമ്മൾക്ക് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യണം. നാളെ അയാളെടുത്ത് ഞാൻ വരച്ചതുപോലെയല്ല, നിങ്ങൾ എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനും കുറേ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള ചാർജസ് ഉണ്ടാവാനും കോൺട്രാക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ഡീറ്റെയിൽ ഡ്രോയിങ് ഇല്ലായ്മ. ഞാൻ നേരത്തെ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞില്ലേ, അപ്പം എനിക്കൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പ്രോപ്പർ വേ ടു ഗോ? അതായത് എവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ത്രൂ ആണ് ഞാൻ പോകേണ്ടത്? ശരിക്കും ഇനീഷ്യലി ഒരു സ്ഥലം മേടിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ സ്ഥലം മേടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എറണാകുളം പോലുള്ളൊരു സ്ഥലം എടുക്കുക. സ്ഥലം മേടിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ എക്സ്പേർട്സിനെ കൊണ്ട് അഭിപ്രായം എടുത്തിട്ട് മേടിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ എറണാകുളം ടൗണിലൊരു സ്ഥലം നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു 12 ലക്ഷം രൂപ പറഞ്ഞു എന്നായിരിക്കാം. ആ വിലക്കൊന്നും കിട്ടില്ല, എന്നാലും ഒരു 12 ലക്ഷം രൂപ പറഞ്ഞു. കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാറിയിട്ടോ അല്ലെങ്കിൽ 3 കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ സ്ഥലം കിട്ടുമായിരിക്കും. അവിടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ആ സോയിലിൻ്റെ കണ്ടീഷനാണ്. അവിടെ നമ്മൾ ആ സോയിൽ കണ്ടീഷൻ അനലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷനിൽ കോസ്റ്റ് ഈ പ്ലോട്ട് മേടിച്ചതിനെക്കാട്ടും കൂടുതൽ നമുക്ക് അവിടെ സ്പെൻഡ് ആവും. പൈലിംഗ് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഇനീഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ചിലവർക്ക് സ്ഥലം, ഇനിയിപ്പോൾ സ്ഥലത്തിന്റെ കാര്യങ്ങൾ കണ്ടീഷൻ എങ്ങനെയാണ് അറിയാൻ പറ്റുക? അതിന് സോയിൽ ടെസ്റ്റ് ചെയ്യണം. അല്ല, അത് നമുക്ക് തന്നെ ഒരു പിന്നെ അതിന് കൺസൾട്ടൻസ് ഒരുപാട് സോയിൽ ടെസ്റ്റിംഗ് കമ്പനികളുണ്ട്. അതിന്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 3 ഹോളൊക്കെയാണ് ചെയ്യുക. 3 ഡയറക്ഷനിലായിട്ട് 3 സ്ഥലത്ത് ഹോൾ ചെയ്യും. അപ്പോൾ തന്നെ ആ ഒരു പ്ലോട്ടിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ചെയ്താൽ മതി. വീടിൻ്റെ ഫ്ലോർ പ്ലാൻ നമ്മൾ ഇത്ര ഏരിയയിലാണ് വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ബേസിക് ഫ്ലോർ പ്ലാൻ കൺഫേം ആയിട്ട് നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഫ്ലോർ പ്ലാൻ 3D ഫ്ലോർ പ്ലാൻ കൺഫേം ആയതിനു ശേഷമാണ് സോയിൽ ടെസ്റ്റിലേക്ക് പോവുക. പക്ഷേ നമ്മൾക്ക് ഈ സോയിൽ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് സ്ഥലം എടുക്കാൻ ചെല്ലുമ്പോൾ അടുത്തുള്ള വീടുകളൊക്കെ ഒരു പരിധി വരെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കുക. അത് സംസാരിക്കാം നമുക്ക്. അതൊന്നും വലിയ കോസ്റ്റ് വരുന്ന കാര്യങ്ങളല്ല, ആൾക്കാരായിട്ട് കമ്മി, കുറച്ച് ടൈം സ്പെൻഡിങ് ആണ്. പക്ഷേ ആദ്യം അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് വീടിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഡിസൈനിങ് ആണ്. അതിന് നിങ്ങൾ 100% ഒരു ആർക്കിടെക്റ്റിനെ ചെന്ന് മീറ്റ് ചെയ്യുക. 1-2 ആർക്കിടെക്റ്റിനെ കാണുക. ചിലവർക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവർ എക്സ്പീരിയൻസ് എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ചെയ്തിട്ടുള്ള മുൻപുള്ള പ്രോജക്ട്സ് ഉള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബേസിക് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ ഒരു 3 കസ്റ്റമേഴ്സിനായിട്ടുള്ള നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആ സംസാരത്തിൽ നിന്ന് തന്നെ ഈ ആർക്കിടെക്ചർ ടീമുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയായിരുന്നു, ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടോ, നിങ്ങൾ അതിൽ ഹാപ്പി ആണോ എന്നുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇതെല്ലാ സർവീസിലും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം ആർക്കിടെക്ചറൽ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിൽ ആർക്കിടെക്ചറൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഇത് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ആദ്യം ഞാൻ നോർമലി പറയാറുള്ള പോലെ പ്ലാനിങ്, 3D, പിന്നെ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ്, പിന്നെ അവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ലൊക്കാലിറ്റിയിൽ നിന്ന് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്. ഇത് ബേസിക്കായിട്ട് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് കൂടാതെ പിന്നെ വേണ്ടി വരുന്നതാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ്, പിന്നെ അതുപോലെ കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈന്, ഇൻറ്റീരിയർ. അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാം. ചില കമ്പനികൾ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ ആർക്കിടെക്ചർ ഞാൻ ആദ്യം പറഞ്ഞ 4 സർവീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ചില കസ്റ്റമേഴ്സ് എനിക്ക് എല്ലാ സർവീസിനും കൂടിയുള്ള കോട്ട് വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊടുക്കും. എങ്കിൽ പോലും കസ്റ്റമർ ഇനീഷ്യലി വരുമ്പോൾ തന്നെ ആർക്കിടെക്ചറിന് ഇത്രയാണ് നമുക്ക് ചാർജ് ആവുന്നത്, ഇനി നിങ്ങൾക്ക് അഡീഷണലി ഇത്ര വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഈ എക്സ്പെൻസും കൂടി വരാമെന്നും കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നിങ്ങൾ ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ കോസ്റ്റിൽ കൊടുത്തു എന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ട്രാൻസ്പെറൻ്റ് ആവുക.
ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഒന്നും ഇപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒന്നും റിക്വയർമെൻറ്റേ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ അതിന് വെറുതെ ചാർജ് മേടിക്കണ്ടല്ലോ. അപ്പോൾ ആദ്യം വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ആർക്കിടെക്റ്റിനെ കാണുക, ഡിസൈൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിൽ വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് പ്ലാന്, 3D ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ്. ഇത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പെൻസ് അല്ലേ എന്നുള്ളതാണ്. ഞാൻ 100% പറയുന്നു, നിങ്ങൾ ആ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങളുടെ ഒരു 10% നിങ്ങളുടെ ബഡ്ജറ്റിന് സേവ് ചെയ്യും. 10 അല്ല 10 20 ഉണ്ടായേക്കാവുന്ന ഒരുപാട് അബദ്ധങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ. നോർമലി എന്താണെന്ന് അറിയാം, ഇപ്പം നമ്മൾ ഒരാൾ വീട് വെക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അയാളുടെ മൈൻഡിൽ ഓൾറെഡി ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. 35 ലക്ഷം രൂപ അല്ലെ 40 ലക്ഷം രൂപ, ചില 70 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ ഏകദേശം എത്ര പെർസെൻറ്റേജ് നമ്മൾ ശരിക്കും ഈ ഒരു ഇനീഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം, ഒരു ഓപ്റ്റിമം വേയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ? ഒപ്റ്റിമം 1 or 2%, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5% ഒക്കെ വന്നേക്കാം. അതും എനിക്ക് തോന്നുന്നില്ല അത്രയൊന്നും വരുന്നുള്ളത്. അത് ഡിപ്പെൻസ് ആണ്, ഓരോ ആർക്കിടെക്ട്സിൻ്റെയും ഫീസ് സ്ട്രക്ചറൊക്കെ അനുസരിച്ചിട്ട് അത് മാറും. അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്നാണോ? നിർബന്ധമായിട്ട് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ പറഞ്ഞില്ല, നോർമലി നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസ് വരെ അവരുടെ പ്ലാനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ 80% പ്ലാനിങ്ങും 20% എക്സിക്യൂഷനാണ്. പ്ലാനിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ലാരിറ്റിയാണ്, ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി അല്ലേ. എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, എത്ര ഹൈറ്റിലാണ് പോകുന്നത്, എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും പിന്നെ കൺഫ്യൂഷൻ ഇല്ല. നമ്മൾക്കും കൺഫ്യൂഷൻ ഇല്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കും കൺഫ്യൂഷൻ ഇല്ല. ഈ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കോൺട്രാക്റ്റിന് ഭയങ്കര വയബിലിറ്റി അല്ലേ. ഇതിൽ ഇന്ന കാര്യങ്ങൾ സ്പെസിഫൈഡ് ആയിട്ട് മെൻഷൻഡ് ആണ്. ഈ കാര്യങ്ങൾ കോൺട്രാക്റ്റിലും ഉണ്ടായിരിക്കണം. ഇപ്പോൾ കോൺട്രാക്റ്റിലൊക്കെ നോർമലി ഞാൻ എപ്പോഴും പറയുന്നത്, കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിങ്ങൾ റേറ്റ് ചാർട്ടൊക്കെ മെൻഷൻ ചെയ്യുക, എല്ലാ സാധനത്തിൻ്റെയും വില കാണിക്കുക. വളരെ നല്ലതാണ്. അപ്പോൾ വില കൂടുമ്പോൾ അത് ബെയർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആൾക്കാർ കാണിക്കണം എന്ന് മാത്രമാണ്. പക്ഷേ അത് ഓരോരുത്തരെയും ചോയ്സാണ്. പക്ഷേ ഇത് ഈ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് ഇതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഒരു വീട് ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിച്ചേ, ഇപ്പോൾ ഒരുപാട് വില്ലാസൊക്കെ ഓൾറെഡി ബിൽഡായിട്ടുള്ളത് വാങ്ങാൻ നമ്മളിങ്ങനെ ആഡ്സ് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇവരെന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തേ, എങ്ങനെ അതിൻ്റെ ഫൗണ്ടേഷൻ പോയേ ഒന്നും നമുക്ക് അറിയുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു വില്ല നമ്മളിപ്പോ ബൈ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക? ഫ്ലാറ്റിന്റെ കേസും അങ്ങനെ തന്നെ ആയിരിക്കും. ഫ്ലാറ്റിന്റെ കേസും ഏകദേശം അങ്ങനെ. ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൺസൾട്ടൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആരെടുത്ത് ചോദിക്കും? നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും. ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനെ കാണുക. അതുപോലെ തന്നെയാണ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസും. ഇവർ ചെന്ന് വിസിറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കമ്പനിയുണ്ട്, ഷമിഷ്ടി എന്ന് പറഞ്ഞിട്ട്. അവരിതിൻ്റെ കൺസൾട്ടേഷൻ മാത്രമാണ് ചെയ്യുന്നത്. അവർ ഒപ്റ്റിമൽ കൺസൾട്ടേഷനാണ് ചെയ്യുന്നത്. നമ്മളും ചെയ്തു കൊടുക്കുന്നുണ്ട്. സൈറ്റ് ചെന്ന് വിസിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ വിൻഡോ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം, അവരുടെ അടുത്തുള്ള ഡ്രോയിങ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കും. ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന്. അത് ബിൽഡർക്ക് കൊടുത്ത് അവർ മാറ്റാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. ബട്ട് നമ്മൾക്ക് ഉപയോഗിച്ചിട്ടുള്ള സിമെൻ്റ് ഏതാണെന്ന് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പോയി. അപ്പോൾ അതിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ല നല്ല ബ്രാൻഡുകളും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകുന്നത്. ആ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോവുക. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാവും. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ആൾക്കാർ വില്ല പ്രൊജക്റ്റിലേക്കൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി ലിവിങ് ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഇങ്ങനെയുള്ള ബിൽഡേഴ്സ് ഒരു ചാൻസ് എടുക്കില്ല. ഒരാളെടുത്തു നിന്നല്ലല്ലോ പ്രശ്നം വരിക, എല്ലാവരുടെ അടുത്തൊന്നും കൂടി വരുന്നതല്ലേ. പിന്നെ കുറച്ചുകൂടി ഹേസിൽ ഫ്രീ ആണ്. ലൈക്ക് ഇപ്പം ഒരു വീട് ആദ്യം മുതലേ ഉണ്ടാക്കി വരുന്നതിന്റെ ബുദ്ധിമുട്ടുകളില്ലാതെ അതൊരു കോളാണ്. പക്ഷെ അതിലും വേറെ ഫാക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ പല സ്ഥലങ്ങളിലും ഈ ഔട്ട്സ്കേർട്സിലേക്കൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യുക. ആ സ്ഥലത്ത് പ്ലോട്ടിന് ഒരു വില ഉണ്ടായിരിക്കും. അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. 10 ലക്ഷം രൂപയ്ക്ക് ബേസിക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് ഉണ്ടാക്കാൻ ഒരു കോസ്റ്റ് ഉണ്ട്. അത് ഇന്ന സ്പെസിഫിക്കേഷൻസ് വെച്ച് ഉണ്ടാക്കാൻ ആ കോസ്റ്റ് വരും. ഇപ്പൊ എന്താ പറയാ, ഒരു 10 രൂപയുടെ കിൻഡർ ജോയ് എത്രയാണ് വില എന്ന് എനിക്കറിയില്ല. അത് ഞാൻ 2 രൂപയ്ക്ക് നിനക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളത് അതായിരിക്കില്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഗിമിക്കിലേക്ക് ചെന്ന് പെടാതിരിക്കുക. ഇപ്പോൾ യൂട്യൂബിലൊക്കെ പല വീഡിയോസും കാണുന്നുണ്ട്, 10 ലക്ഷം രൂപയ്ക്ക് വീട് ഉണ്ടാക്കാം. അതൊക്കെ ഒരു പിച്ച് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 10 ലക്ഷം രൂപയ്ക്ക് വീട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിക്വയർമെന്റ്സും ക്വാളിറ്റിയും അതിലേക്ക് പാനൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ബുദ്ധിമുട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും കോൺട്രാക്ടേഴ്സ് ആർക്കിടെക്ചർ ഡിസൈനിങ് ഏരിയ ചെയ്യുന്നുണ്ടല്ലോ, അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാറില്ല എന്ന് എനിക്ക് പല സമയത്തും പല ഡിസൈൻസ് നമ്മളിലേക്ക് വരാറുണ്ട്.
വേറെ ആൾക്കാർ ചെയ്തിട്ട് നമ്മളിലേക്ക് വരുന്നത്. ഇപ്പം ലാസ്റ്റ് ഉണ്ടായത് കസ്റ്റമറുടെ പേര് പറയുന്നതിന് സാറിന് കുഴപ്പമുണ്ടാവില്ല, വിപിൻ എന്ന് പറഞ്ഞൊരു കസ്റ്റമറാണ്. നമ്മുടെ വൈസ് പോഡ്കാസ്റ്റ് കണ്ടിട്ട് എനിക്ക് ജംഷാദ് എന്ന് പറഞ്ഞൊരു കസ്റ്റമർ വന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് വിപിൻ. അപ്പോൾ ആർക്കിടെക്ചർ സപ്പോർട്ട് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ, കൺസ്ട്രക്ഷനൊക്കെ അവർക്ക് അവിടെ ലോക്കലി ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ജംഷാദ് സാർ കൺഫേം ചെയ്തു. ഇദ്ദേഹം ഈ വിപിൻ എന്ന് പറയുന്ന ക്ലയൻറ്റ് അവരുടെ ഫ്ലോർ പ്ലാൻ ഒക്കെ കൺഫേം ചെയ്ത് 3D ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളി കുറ്റിയുടെയൊക്കെ കഴിഞ്ഞു. 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. ആ പുള്ളിക്ക് അത്ര ഏരിയ കൊണ്ടുപോകണമെന്നില്ല, കാരണം ഈ സ്ക്വയർ ഫീറ്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ലോക്കലി കോൺട്രാക്ടേഴ്സൊക്കെ ചാർജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ജംഷാദ് സാർ കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചു, അതിനുശേഷം ആർക്കിടെക്റ്റിനായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ആ വീട് 2650 സ്ക്വയർ ഫീറ്റാണ്. പുള്ളിക്ക് പൂളൊക്കെ വേണമായിരുന്നു, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തിൽ അതൊന്നും ഇല്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യമില്ലാത്ത സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. ആ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനായിരുന്നില്ല. ബെഡ്റൂമൊക്കെ ഭയങ്കര വലുപ്പം. ക്ലയൻറ്റിന് ആവശ്യമില്ല അത്. പുള്ളി ഗൾഫിലാണ്, ഫാമിലി ഗൾഫിലാണ്, വല്ലപ്പോഴും വരുന്നതാണ്. പക്ഷെ പുള്ളിക്ക് ഞാൻ നേരത്തെ പറയാറുള്ള പോലെ ചില ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കുമല്ലോ. എനിക്കിപ്പോൾ പാർക്കിൽ ചെന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല സ്പേസുകളൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്ക് അത് കറക്റ്റ് കൊടുക്കാൻ പറ്റി. പുള്ളിക്ക് ആകെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ, ഞാനൊരു കുറ്റി അടിച്ചിട്ടുണ്ട്, ആ സ്പേസ് മാറ്റരുത്. അപ്പോൾ അത് വെച്ച് തന്നെ ഡിസൈൻ ചെയ്തു. ഒറ്റ പാർക്കിംഗ് പുള്ളിക്ക് ആദ്യം കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ 3 പാർക്കിംഗ് ഉണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുകളിൽ നിന്ന് മാത്രം വരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയാൽ മതി, കസ്റ്റമറെ നമുക്ക് ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇപ്പം ഈ കാര്യം പറയുമ്പോൾ തന്നെ ഈ എസ്തെറ്റിക് അല്ലെങ്കിൽ യൂട്ടിലിറ്റി, ഇത് രണ്ടും തമ്മിൽ ഉള്ള ഫങ്ഷനാലിറ്റി വേണോ ആസ്തെറ്റിക്സ് വേണോ എന്നുള്ളത്. ഞാൻ പറയുന്നത് ഫങ്ഷനാലിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. കാഴ്ച ഇപ്പോൾ ആസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലീസ് ചെയ്യുന്നതാണ് അല്ലേ. ഇപ്പൊ നമ്മൾ ഭയങ്കര രസമുള്ളൊരു കൊടുത്തു, നമുക്ക് ആ സ്പേസ് തീരെ ഫങ്ഷണൽ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ കോഎക്സിസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് എസ്തെറ്റിക്കും വേണം, ബട്ട് ആ സ്പേസും കാര്യങ്ങളും യൂസ് ചെയ്യണം. ഇപ്പൊ ഓപ്പൺ സ്പേസസ് ഒക്കെ നമ്മൾ ഒരുപാട് ഓപ്പൺ ഡിസൈൻസ് ഒക്കെ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് ഓപ്പൺ സ്പേസസിന് അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇഷ്ടപ്പെടുന്നതിലാണ് കാര്യം. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നോർമലി പറയുന്നത് ഇപ്പോൾ വീടിന്റെ പുറത്ത് ഇപ്പോൾ ചെറിയ ഒരു 5 സെൻറ്റ് സ്ഥലമായിരിക്കും, എനിക്ക് വീടിൻ്റെ പുറത്തിരിക്കാൻ സ്ഥലം വേണമെന്ന റിക്വയർമെൻറ്റ് ഒരു കസ്റ്റമർ നമ്മളടുത്ത് ആദ്യമേ പറയുകയാണെങ്കിൽ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു 50 സെൻറ്റിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള കോമ്പൗണ്ട് വാളിൽ നമ്മളൊരു ബീം കൊടുത്തിട്ട് അതിൽ നമുക്കൊരു സ്ലാബ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീറ്റിംഗ് സ്പേസ് ആയി. അപ്പോൾ ഫങ്ഷണാലിറ്റി ഇഷ്യൂസ് ഫങ്ഷണലി നോക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ആസ്തെറ്റിക്സ് തീർച്ചയായിട്ടും നോക്കണം. വീട് കാണാൻ ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭംഗി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഫങ്ഷണാലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളൊരു ടീപ്പോയ് ഇത് സർക്കുലറാണ് അല്ലേ. ഇത് ഒരു വീട്ടിലിടുന്നതായിരിക്കും ഒരു ഷാർപ്പ് എഡ്ജായിട്ടുള്ള ഒരു സാധനം ഇടുന്നതിനേക്കാൾ ബെറ്റർ. ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ തീരെ ശ്രദ്ധിക്കില്ല, അവർ തലവൊക്കെ ഇടിച്ച്. എൻ്റെ മോളത് ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇതുപോലെ ഒരു ഷാർപ്പായിട്ടുള്ള ഉണ്ടായിട്ട് അവൾ വീണിട്ട് അവളുടെ ഇവിടെ പൊട്ടിയിട്ട് അത് ടൈലിൻ്റെ ഷാർപ്നെസ് അങ്ങനെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് വീണു അവൾ പൊട്ടി. ഇവിടെ 4 സ്റ്റിച്ചോളം ഇട്ടു. ആ കുട്ടി ആ 15 ദിവസം സഹിച്ച വേദന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഫങ്ഷനാലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഫങ്ഷനാലിറ്റി ഭയങ്കര നമ്മളുടെ ലിവിങ്ങിനുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ ഡിസൈൻ പോകാൻ. ആർക്കിടെക്ട്സ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഡിസൈൻ ആയിരിക്കില്ല അടുത്ത ആൾക്ക് കൊടുക്കുക. കോൺട്രാക്ടേഴ്സിൻ്റെ ഡിസൈനിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ അവരെ തെറ്റ് പറയുന്നതല്ല, അവരുടെ എക്സ്പെർട്ടൈസ് അതല്ല. അപ്പോൾ അത് ഡിസൈൻ ഫ്രീ ആയിട്ടാണ് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ചൂസ് ചെയ്യരുത്. ഡിസൈൻ ഫ്രീ കൺസ്ട്രക്ഷനാണ് ഞങ്ങൾ ചെയ്തു തരുന്നത്. പക്ഷേ ആ ഡിസൈനർക്ക് സാലറി കൊടുക്കണം, അവർക്ക് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ റൺ ചെയ്യണം. ഈ CAD സോഫ്റ്റ്വെയറിനൊക്കെ 1.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ചാർജ്. ഇതൊക്കെ ഒരാൾക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ടിങ്ങിൽ എടുക്കില്ലേ, ഉറപ്പായിട്ടും എടുക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചാർജ് കൊടുക്കുക, നല്ല ഡിസൈൻസ് എടുക്കുക. ആ കൊടുക്കുന്ന ചാർജ് എങ്ങനെ ഡിസൈനിൽ കുറക്കാൻ പറ്റും എന്നുള്ള അതിന് പോരുന്ന രീതിയിലുള്ള ഡിസൈൻസ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ആ ബഡ്ജറ്റിലേക്ക് ഡിസൈൻ ചെയ്ത് തരും. ആർക്കിടെക്ട്സിൻ്റെ കേസ് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ അഫ്സലിനെ പറഞ്ഞു നമ്മൾ ഒന്ന് കൂടുതൽ ആളുകളെ കൺസൾട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റും ഒരു ജസ്റ്റ് സ്റ്റാർട്ടഡ് അങ്ങനെയുള്ള ഒരു ആർക്കിടെക്റ്റും ആണെന്നുണ്ടെങ്കിൽ അവർ ഒരേ രീതിയിലായിരിക്കില്ലല്ലോ ഡെലിവറി ചെയ്യുക. അപ്പോൾ നമ്മൾ ആർക്കിടെക്ട്സിൻ്റെ അടുത്ത് പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആർക്കിടെക്ട്സിന് ഇപ്പം പാഷനേറ്റും അതിൽ ജസ്റ്റ് സ്റ്റാർട്ടഡ് എക്സ്പീരിയൻസും അങ്ങനെ ഒരു ഡെഫിനേഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര ഇപ്പോൾ ജിബൻ തോമസ് സാറൊക്കെ ആർക്കിടെക്ട്സ് ആണ് അവരൊക്കെ.
അവരുടെ ഡിസൈൻസ് ഒക്കെ ഭയങ്കര രസമല്ലേ. അവർ ഇത്രയും പ്രായമായിട്ടും അവരുടെ ആ പാഷൻ അവർ വിട്ടിട്ടില്ലല്ലോ. നമ്മൾ കോഴിക്കോട് ടോണി സാർ എന്ന് പറയുന്നത് ടോണി സാർ അതൊന്നും നമുക്ക് ആസിഫ് സാർ ഒക്കെ നമുക്കൊന്നും മാച്ച് ചെയ്യാൻ പറ്റില്ല. അവരുടെ പാഷനൊന്നും മാച്ച് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഡിസൈൻസ് ഒന്നും. പക്ഷെ അവർ സെർവ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഭയങ്കര HNI കസ്റ്റമേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് പക്ഷേ പാഷനേറ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് വരുന്നതും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇപ്പോഴും കൺവെൻഷണൽ രീതിയിൽ ചിന്തിക്കുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്. ഭയങ്കര ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ഹാൻഡ് ഡ്രോയിങ് അല്ല, അവരുടെ ഡിസൈൻ പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും. കസ്റ്റമർ പറയുന്നൊന്നും കേൾക്കില്ല. എനിക്ക് അങ്ങനെ കുറെ കംപ്ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ എത്ര പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ അത് നിർബന്ധിക്കാൻ പറ്റും? നിങ്ങൾ ചേഞ്ച് ആവണം. അതായത് നോർമലി പറയുന്ന പോലെ നമ്മൾ ടെൻഷൻ ആവുന്നത് കൂടുതലും നമ്മളെ കൺട്രോളില്ലാത്ത കാര്യങ്ങൾക്കായിരിക്കും. നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് മാറ്റാലോ, എനിക്കാരെ ചേഞ്ച് ചെയ്യാലോ, അത് എൻ്റെ കൺട്രോളിലുള്ള കാര്യമാണല്ലോ. അത് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഭയങ്കരമായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ആർക്കിടെക്ട്സ് തന്നെ പഠിച്ചു കഴിഞ്ഞവർ തന്നെ അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഒന്നും പ്രോപ്പറായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തീരെ കൺസ്ട്രക്ഷനലി ഫീസിബിൾ അല്ലാത്ത ഡിസൈൻസൊക്കെ ചെയ്യും. എന്നിട്ടൊരു ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കും. കസ്റ്റമർക്ക് അത് ഞങ്ങൾക്ക് തൃശ്ശൂർ ഒരു പ്രൊജക്റ്റിൽ അത് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു ആർക്കിടെക്ചർ ഫേം പുതുതായിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് അത് അവർ അത്രയും എക്സ്പെൻസ് വരുന്ന അവരും ചിന്തിച്ചില്ലായിരുന്നു. അത് അങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്തോളുന്ന അവർ വിചാരിച്ചതാണ്. അവർ തെറ്റല്ല. അപ്പോൾ പക്ഷേ അത് കൺസ്ട്രക്ഷനിലേക്ക് ഞങ്ങൾക്ക് അതിൻ്റെ കോൺട്രാക്ടിങ് പാർട്ടായിരുന്നു വന്ന്. കൺസ്ട്രക്ഷനിലേക്ക് ചെന്ന സമയത്ത് ഒരു സ്ലാബ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ സ്ലാബ് അങ്ങനെ നിൽക്കില്ല. ആകാശത്ത് വീടുണ്ടാക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് തറ വേണ്ടേ. അപ്പോൾ അതിന് വലിയ ബീം കൊടുക്കണം. ബീം കൊടുക്കുമ്പോൾ എസ്തെറ്റിക്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മളൊരു സ്ട്രക്ചറൽ കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് ഇൻവേർട്ടഡ് ബീം കൊടുത്തു. അതായത് ബീം താഴത്തേക്കല്ലാതെ മുകളിലേക്ക് ബീം കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ബഡ്ജറ്റ് ഒരു 7 ലക്ഷം രൂപ കൂടി. 7 ലക്ഷം രൂപ അയാളുടെ ബഡ്ജറ്റിൽ കൂടി. കസ്റ്റമർക്ക് അത് വേണം, കാരണം അത് പുള്ളിയുടെ മനസ്സിലേക്ക് അത് കയറിപ്പോയി. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബഡ്ജറ്റ് പുള്ളിക്ക് പ്രശ്നമായിരുന്നില്ല. പക്ഷെ എല്ലാവരുടെയും കേസ് ഇതായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ആർക്കിടെക്ചറിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ മുൻപ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് നോക്കാം. ഡിസൈൻസിനേക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം കമ്മ്യൂണിക്കേഷനും ട്രാൻസാക്ഷനുമാണ് അല്ലേ. ഇപ്പം ഞാൻ വീടിൻ്റെ ഡിസൈൻ ചെയ്ത് എൻഡ് ഓഫ് ദ ഡേ എനിക്ക് സന്തോഷം വേണ്ടേ, ആ ഒരു ഡീലിങ്ങിലെങ്കിലും സന്തോഷം വേണം. ഇപ്പോൾ വീട് ചിലപ്പോൾ ഡിസൈനിൽ ചില കോംപ്രമൈസ് വന്നാൽ പോലും അയാളായിട്ടുള്ള ഒരു ബന്ധം നല്ലതായിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ആർക്കിടെക്ട്സ് നല്ലത് ഡെലിവറി ചെയ്യുമായിരിക്കും. പക്ഷേ എന്തിനാ അങ്ങനെ, ആ ഒരു പീരീഡ് ഭയങ്കര ദുസ്സഹമായിരിക്കും. ഇപ്പം നല്ലൊരു കോൺട്രാക്ടർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ എടുത്തില്ലെങ്കിൽ 1.5 വർഷം പോയി. ഇപ്പോൾ ചിലപ്പോൾ കോൺട്രാക്ട് പീരീഡൊക്കെ തെറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും, നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയും, സാർ എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ, ചില കോൺട്രാക്ടേഴ്സ് വളരെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ പ്രൊജക്റ്റ് ഒരു 2 മാസത്തേക്ക് ഇഷ്യൂ ആണ്. അപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം എന്താ, അവരായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്, അവരിട്ടിട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ ഹ്യൂമൺ ആയിട്ടുള്ള എറേഴ്സ് സംഭവിക്കും തീർച്ചയായിട്ടും. പക്ഷെ അതിൽ നമ്മളെ പിടിച്ചിരുത്തുക ആ ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ എനിക്ക് കൊല്ലത്തൊരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ എനിക്ക് ബ്രദറിനെ പോലെ. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്തിട്ട് പറയരുത്. കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമ്മളത് ഭയങ്കര ബ്രദർലി റിലേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. സോ ആ പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്യുക, എന്നിട്ട് ഭയങ്കര പ്രൊഫഷണലി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും സന്തോഷം ഉണ്ടായിരിക്കും. പിന്നെ ഈ ആഫ്റ്റർ ഡെലിവറി ഉള്ള സർവീസുകൾ എല്ലാവരും ഒന്ന് പ്രോപ്പറാക്കാൻ ശ്രമിക്കുക. വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇട്ടിട്ട് പോകാതിരിക്കുക. അവർക്ക് കൺസേൺ ഉണ്ടായിരിക്കും. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചാർജ് ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷെ കേൾക്കുക എന്നുള്ളത് എല്ലാ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്തും പറയാനുള്ള. നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാണ്ടിരിക്കുക, പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ചെയ്ത ഒരു 4 കെട്ടിൽ ചെറിയൊരു ലീക്കേജ് ഇഷ്യൂ വന്നിട്ട് കസ്റ്റമർ ഭയങ്കര എന്നെ വിളിച്ചിട്ട്, അഫ്സൽ ഇത് എന്താണെന്ന് ചോദിച്ച്, പുള്ളി വിളിച്ച് 1 മണിക്കൂർ ആകുമ്പോഴത്തേന് എൻ്റെ ടീം അവിടെ എത്തി. ചെറിയൊരു കാര്യമായിരുന്നു, സോൾവ് ചെയ്ത്. പുള്ളി ഹാപ്പിയാണ്. അപ്പോൾ കസ്റ്റമർ എന്നെ വിളിച്ച് ദേഷ്യപ്പെട്ടല്ലോ എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സാണ്, നമ്മൾ ഈ ഒരു ഗെയിമിലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഡൗൺസ് ഉണ്ടാവും, അപ്സിനേക്കാൾ കൂടുതൽ ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഇപ്പോൾ പുതിയ ഡിസൈൻ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈനി ഹോംസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കൺസെപ്റ്റാണ്. ടെസ്ല ഹോമൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ എക്സ്ട്രാ വേഗൻ്റായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. പിന്നെ നമ്മളെ ഈ നാച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയൊരു ടൈപ്പ്, ഒരു ബോഹോ ബാലിനീസ് ടൈപ്പ് വീടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ശരിക്കും ഇനി പുതുതായിട്ട് എന്തെങ്കിലും ട്രെൻഡ് വരാനുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെൻഡുകൾ ഏതെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും? ഇപ്പോൾ ആൾക്കാർ കൂടുതലും ഇതിങ്ങനെ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നത് എടുക്കുകയാണെങ്കിൽ ഈ
നമ്മളെ വീട്ടിൽ ഈ പല്ലി, പാറ്റ ഇങ്ങനെയുള്ളതിനൊക്കെ പേടിയുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ നേച്ചർ ഫ്രണ്ട്ലിയിലേക്ക് പോകരുത്. ഞാൻ നേച്ചർ ഫ്രണ്ട്ലിയിലേക്ക് പോകില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ലിവിങ് എക്സാമ്പിൾ ഉള്ളതാണ്. ഞാൻ പോകില്ല. അപ്പോൾ നേച്ചർ ഫ്രണ്ട്ലി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലായിരിക്കാം ചിലതിന്. ഇപ്പോൾ പല ബ്രിക്കുകളും വരുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് ബ്രിക്കുകളും. ചെതൽ വരാൻ സാധ്യതയുള്ള ബ്രിക്കുകളുണ്ട്. അപ്പോൾ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ബ്രിക്കുകൾ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ മെറ്റീരിയൽ സെലക്ഷനിൽ വരെ ആ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മളുടെ ഇഷ്ടം നമ്മൾക്ക് ഉണ്ടായേക്കാവുന്ന മെയിൻ്റനൻസിനും കൂടിയും ഒന്ന് മാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ജിജിൻ ചോദിച്ച പോലെ ഇപ്പോൾ ചോദിച്ചത് വീടുകൾ ചെറുതാവുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും വീടുകൾ ചെറുതാവുന്നത് എന്താണ്, ബഡ്ജറ്റ് കുറഞ്ഞ വീടുകൾ വരുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ. പക്ഷേ ഉള്ള ടെക്നോളജി വെച്ചിട്ട് എന്നെ ബഡ്ജറ്റ് കുറച്ച് ചെയ്യുമെന്ന് പറയുന്നതിലാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. ഇപ്പോൾ മാർക്കറ്റിൽ കോവിഡിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രൈസിൽ തന്നെ ഇപ്പോഴും ഞാൻ ചെയ്തു തരും എന്നൊരാൾ പറയുമ്പോൾ അതിനോട് ഞാൻ യോജിക്കില്ല. സെയിം ക്വാളിറ്റി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10% അല്ലെങ്കിൽ 15% പ്രോഫിറ്റ് എടുക്കുന്നുണ്ടായിരിക്കും എന്ന് കരുതുക. എൻ്റെ ഓപ്പറേഷണൽ എക്സ്പെൻസും എല്ലാം കൂടിയിട്ട് ഒരു 50% അല്ലെങ്കിൽ 10% എൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. എൻ്റെ കോട്ടിനേക്കാൾ ഒരു 25% കുറച്ചിട്ട് ഒരാൾ കോട്ട് ചെയ്യുമ്പോൾ ഞാൻ അയാളായിട്ട് തീർച്ചയായിട്ടും ഞാൻ യോജിക്കില്ല, ഞാൻ വിയോജിക്കും. കാരണം അയാൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എൻഡ് ഓഫ് ദി ഡേ കസ്റ്റമർ സഫർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ്റെ ബേസിക് നെസസിറ്റീസ് എന്താണ്? ഭക്ഷണം, ഷെൽട്ടർ അല്ലേ, പാർപ്പിടം, ഭക്ഷണം എന്നുള്ളത്. ഇതിൽ ഇപ്പോഴും മാർക്കറ്റിൽ ഒരു 70% ആൾക്കാരും കൂടുതലും പാർപ്പിടം ഇല്ലാത്തവരാണ്. ഇപ്പോൾ ധാരാവി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മോശം ലിവിങ് കണ്ടീഷനിലാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളം ആക്ച്വലി ബ്ലെസ്ഡ് സ്പേസ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. ഇപ്പോൾ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ പക്ഷെ അവർ ഹാപ്പി ആയിരിക്കും കേട്ടോ, അല്ലാന്നല്ല ഞാൻ പറയണത്. പക്ഷേ അവർക്ക് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയ നമുക്ക് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജീസിനെ നമ്മൾ വെൽക്കം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും വെൽക്കം ചെയ്യണം. നമ്മൾ തന്നെ അതിൽ റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെ ചെറിയ ബഡ്ജറ്റുള്ള വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പലതും ഇപ്പോൾ നമ്മുടെ CNC കട്ടഡ് ഹോംസൊക്കെ IIT ചെയ്തിട്ട് പുതിയത് വന്നിട്ടുണ്ടല്ലോ. അതായത് CNC മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് 2 ലെയർ വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജീസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളത് വെൽക്കം ചെയ്യണം. ഗവൺമെൻറ്റ്സ് അങ്ങനെയുള്ളതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വലിയ ആൾക്കാർ വലിയ വീട് ഉണ്ടാക്കിക്കോട്ടെ. സാധാരണക്കാരുണ്ടല്ലോ അവർക്ക് ഭയങ്കര, അതായത് ഒരു വീടുണ്ടാക്കാൻ പോലും പറ്റാത്ത ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരും പല NGOs ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ NGOസിനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കൺവെൻഷനലുള്ള മെത്തേഡൊക്കെ ഒഴിവാക്കുന്നത് ഒരു പരിധിവരെ നന്നായിരിക്കും. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൂവൺ ടെസ്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന പല മെറ്റീരിയൽസും ഉണ്ട്. മാർക്കറ്റിൽ പുതിയ മെറ്റീരിയൽസ് വരുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇപ്പോഴും കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊരു ഡിസ്കഷനിലേ നമുക്ക് വരുത്താൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ആർക്കിടെക്ചർ സർവീസ് കഴിഞ്ഞു കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നതിന് മുൻപേ എൻ്റെ ഓഫീസിൽ നമ്മുടെ PM പ്രൊജക്ട് മാനേജർ, അദ്ദേഹം ആ കസ്റ്റമറായിട്ട് ഒരു 4-5 മണിക്കൂറിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ഒരു വെറുതെ ഒരു കാഷ്വൽ ഡിസ്കഷൻ പോലെ എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ തുടങ്ങി അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ, ഇതിന് എന്തൊക്കെ വെറൈറ്റീസ് വരുന്നുണ്ട്, ഇതിൽ ഓരോന്നും ഉപയോഗിക്കുന്നതിൻ്റെ പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്. അങ്ങനെ ഒരു 100 പേരിൽ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ 5 പ്രൊജക്റ്റേ നമുക്ക് കൺവേർട്ട് ആയിട്ടുള്ളൂ. പക്ഷേ 95 ബാക്കിയുള്ള 95% ആൾക്കാരും ഒരു നോളജ് ഗ്രാസ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അവരൊരു ഫോൾസിലേക്ക് ചെന്ന് വീഴുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചില മാർക്കറ്റിൽ ചില ആൾക്കാർ ഒരു പേയ്മെൻറ്റ് മേടിച്ച് കൺസൾട്ടേഷൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തിനാണോ ക്ലാരിറ്റി തരിക, നിങ്ങൾ അന്ധമായിട്ട് ഒരാളിലേക്കും പോകാതിരിക്കുക. അത്രേ ഉള്ളൂ. അതാണ് ഇതിന് മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഈ ടൈനി ഹോംസ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടും നമ്മൾ വെൽക്കം ചെയ്യണം. ബഡ്ജറ്റ് കുറഞ്ഞുകൊണ്ട് വീടുകൾ ഉണ്ടാക്കുന്നത് സെയിം ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അതേ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് തരുമെന്ന് പറയുന്നവരെ വിശ്വസിക്കാതിരിക്കുക. പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ട് അവർക്ക് അതിന് അവർ പറയുന്ന ഈ ബഡ്ജറ്റ് കുറവിന് അവർക്ക് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. എൻ്റെ ബഡ്ജറ്റ് മെറ്റീരിയലിന് ഇത്രേ കോസ്റ്റ് വരുന്നുള്ളൂ, ലേബർ ഇത്രേ കോസ്റ്റ് വരും, അതുകൊണ്ടാണ് എൻ്റെ ബഡ്ജറ്റ് കുറയുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ. ഇത് ഇൻറ്റീരിയറിലും ബാധകമാണ്. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ കണ്ടു. ഒരാൾ റാൻഡം ആയിട്ട് ചെന്ന് ചോദിക്കുകയാണ് 15 ലക്ഷം രൂപ നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ, ഒരു 3 BHK വീട് ഇൻറ്റീരിയർ ചെയ്യാൻ എന്ത് കോസ്റ്റ് ആവും? അപ്പോൾ നോർമലി മാർക്കറ്റിലുള്ള എല്ലാവരും പറയുന്നത് 15 ലക്ഷം രൂപയാവും, 10 ലക്ഷം രൂപയാവും, 10-ൽ താഴത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു കോൺടാക്ട് പോയിന്റ് എന്താണ്? 5 ലക്ഷം രൂപക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ പിച്ച് ചെയ്യും. പക്ഷേ ഈ 5 ലക്ഷം രൂപയ്ക്ക് എന്താണ് നിങ്ങൾ പിച്ച് ചെയ്ത് ആ കോൺടാക്ട് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അവരെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. 5 ലക്ഷം രൂപയ്ക്ക് ഇന്ന സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ പ്രശ്നമായേക്കാം. നിങ്ങൾ മറ്റേത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 7 ലക്ഷം 8 ലക്ഷം വരാം. അങ്ങനെയുള്ള ചോയ്സസ് കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് പെരിന്തൽമണ്ണുള്ള ഒരു പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രോജൻ്റെ പ്ലൈവുഡാണ്. അതായത് അവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് ലാമിനേറ്റ്. അപ്പോൾ ഭയങ്കര ഫിനിഷിങ് വേണം. പ്ലൈവുഡിന് തന്നെ ഒരു വേവി ഇതുണ്ടാവാൻ പറ്റില്ല. അക്രിലിക് ആകുമ്പോൾ അത് കാണും, കസ്റ്റമർക്ക് അത് വേണം.
അപ്പോൾ ബഡ്ജറ്റ് കൂടിയപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് അണ്ടർസ്റ്റാൻഡഡ് ആണ്. നമ്മളത് നോർമലി ട്രോജൻ മാറ്റി വേറെ ഏതെങ്കിലും പ്ലൈവുഡ് അതിന് പല സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് തീരില്ല. അപ്പോൾ സ്പെസിഫിക്കേഷൻ കുറയുന്നതിനും അനുസരിച്ചിട്ട് നമുക്ക് ബഡ്ജറ്റ് കുറക്കാൻ പറ്റും. ഇപ്പോൾ ഇതേ തന്നെ ഒരു 30 lakhs പ്രൊജക്റ്റ് ഞങ്ങൾ 18 lakhs ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 30 ബഡ്ജറ്റ് ചെയ്ത പ്രൊജക്റ്റ് 18 ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കസ്റ്റമറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഇന്നതാണ് ആവശ്യമുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ വീടിൻ്റെ കേസ് പറയുമ്പോഴേ ഈ പുതിയ ഡിസൈൻസ് കേസ് പറയുന്ന സമയത്ത് ഈ ഗ്ലാസ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള വീടുകൾ ഇപ്പോൾ വരുന്നതായിട്ട് വെരി റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. മനോരമയുടെ കാടിനടുവിലൊരു ഗ്ലാസ് ഹൗസാണ്, കംപ്ലീറ്റ്ലി ഗ്ലാസ് കൊണ്ട് ബിൽഡ് ചെയ്ത് മുകളിലൊരു ഗാർഡനൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള. ഈ ഗ്ലാസ് ഒരുപാട് യൂസ് ചെയ്ത് അത് ഈ ചൂട് കൂടാനും ഒക്കെ ഇത് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയുള്ള വീട്? ഇതിനിപ്പോൾ നമ്മൾ ഈ സ്കൈ സ്കാപ്പേഴ്സ് കണ്ടിട്ടില്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഇതിന് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഗ്ലാസ് ക്ലീനിങ്ങിന് തന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എനർജി, അതായത് ഇപ്പോൾ കാടിനുള്ളിൽ ഗ്ലാസ് കൊടുത്താൽ കുഴപ്പമില്ല, അവിടെ വലിയ പ്രശ്നമില്ലല്ലോ, അവിടെ ഫുള്ള് മരങ്ങളല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ എത്രത്തോളം ഹീറ്റ് ഉള്ളിലേക്ക് വരാം. ഹീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഗ്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് കാണാൻ ഭയങ്കര രസമല്ലേ. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഇപ്പം ഞാൻ മൂവീസിലൊക്കെ കാണുന്ന പോലെ വലിയ ഗ്ലാസ്സുള്ള വീട്ടിൽ ഇപ്പോൾ എൻ്റെ ലിവിങ് റൂമിലിരിക്കുമ്പോൾ വലിയ ഗ്ലാസ് കാണുന്നത് അത് ഒരാളുടെ ഇഷ്ടമാണ് അല്ലേ. അതിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞു കൊടുക്കണം. ഇതിന് വരുന്ന ഇപ്പോൾ AC കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗ്ലാസ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ട് 1 ടണ്ണിൻ്റെ AC ഇട്ടിട്ട് നമുക്ക് ആ റൂമിൽ ഇരിക്കാൻ പറ്റില്ല എന്നല്ല, ഇതിൻ്റെ കംപ്രസർ കൂടുതൽ ലോഡ് എടുക്കും, ഇലക്ട്രിസിറ്റി ബില്ല് അപ്പുറത്ത് വരും. അപ്പോൾ നമുക്ക് സോളാർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനും കൂടി കണ്ടിട്ട് ഇതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇത് ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഗ്ലാസ് കൊടുക്കണമെന്ന് വിചാരിക്കാം ഒരു വാളിൽ, ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പേടിയുണ്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിന് നോർമൽ ഗ്ലാസ് മാറ്റിയിട്ട് ചിലപ്പോൾ ടഫൻ ഗ്ലാസ് കൊടുക്കേണ്ടി വരും. ടഫൻ ഗ്ലാസിൻ്റെ ചിലപ്പോൾ സൈസ് കൂടുന്നതിന് വെച്ച് ടഫൻ ഗ്ലാസിൻ്റെ തിക്നെസ് കൂട്ടേണ്ടി വരും. തിക്നെസ് കൂട്ടിയാൽ പോലും വീണ്ടും സേഫ്റ്റി കൺസേണിൽ ഒരു സാൻഡ്വിച്ച് ഗ്ലാസ് കൊടുക്കേണ്ടി വരും. 2 ടഫൻ ഗ്ലാസ്, അതിൻ്റെ ഉള്ളിലൊരു തിൻ ഫിലിം. അപ്പോൾ ഇത് ഒരാൾക്കും ഒരു ടഫൻ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് പിന്നെ ഫിലിം ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയും ചെയ്യുന്നത് ഗ്ലാസ് ബ്രേക്കിംഗ് സെൻസേഴ്സ് കൊടുക്കാം. ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇങ്ങനെയുള്ള സെക്യൂരിറ്റി സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഗ്ലാസോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ കൊടുക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് ഹിറ്റ് വരാത്ത സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ സൂര്യൻ പോകുന്നൊരു വേ ഉണ്ടല്ലോ, അവിടെ വരാത്ത രീതിയിലേക്ക് കൊടുക്കാം. ഇങ്ങനെയൊക്കെ അതാണ് പറയണത്. അത് അവിടെ ആർക്കിടെക്ട്സിന്റെ വൈഭവം അവിടെ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർഗം. ഇതുപോലെ തന്നെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. അപ്പോൾ ഇവരൊക്കെ ഓരോ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരും വീട് വെക്കുമ്പം എന്തെങ്കിലും പ്രീ റിക്വസ്റ്റ് ആയിട്ട് പറയാറുണ്ടോ, ഇന്ന ഫങ്ഷനാലിറ്റി വേണം ഞാൻ ചോദിക്കുന്ന അതിൽ ഫങ്ഷനാലിറ്റി വ്യത്യാസങ്ങളൊന്നും വലുതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ കൂടുതൽ ആൾക്കാർക്കും വാസ്തുവുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കൺസേൺസ് ഉണ്ട്. പല ആൾക്കാരും പകുതി, അതായത് ഇതൊരു ഭയങ്കര എന്താ പറയുക, തീരെ റിലയബിൾ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വാസ്തു പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നത് വാസ്തു പ്യുവർ സയൻസ് തന്നെയാണ്, അതിലൊരു സംശയമല്ല. അതിൻ്റെ ലക്ഷണങ്ങളാണ് പഴയ തറവാടുകൾ, ഇല്ലങ്ങളൊക്കെ. ഇപ്പോഴും ചെന്നിരുന്ന അവിടെ AC ഉണ്ടായിട്ടാണോ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ, ഭയങ്കരമായിട്ടുള്ള ലൈറ്റിംഗ്, ഇതൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ 4 കെട്ട് ആഗ്രഹിക്കാത്ത ആൾക്കാരൊന്നുമില്ല. പക്ഷെ അത് ബഡ്ജറ്റിനെ അത്രയും സപ്പോർട്ട് ചെയ്തോളണമെന്നില്ല. വീട്ടിൽ മഴയത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് മഴ പെയ്യുമ്പോൾ 4 കെട്ടിന് ചുറ്റോളം ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ബഡ്ജറ്റ് അത് അലോ ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ മഴയത്ത് ഇപ്പോൾ വലിയൊരു വിൻഡോ ഉള്ള സ്ഥലത്ത് മഴത്തുള്ളികൾ ഇങ്ങനെ വരുന്നത് കാണാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷൻസ് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്നത് നല്ലതാണ്. പക്ഷേ ഇന്ന കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിംസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രയർ റൂമാണ് വേണ്ടി വരിക. ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പൂജാ റൂമാണ് വേണ്ടി വരിക. അപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പ്രയർ സ്പേസ് ആണ് വേണ്ടി വരിക. ഇപ്പം ഇതൊന്നും ആവശ്യമില്ലാത്ത, വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പീസ്ഫുൾ ആയിട്ടുള്ള സ്പേസ് വേണം. ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് സമാധാനത്തിലേക്കാണ്. അപ്പോൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പം നോർമലി പറയുന്ന പോലെ ചില ആൾക്കാർക്ക് പല ഇഷ്ടങ്ങളുണ്ടായിരിക്കും. ഗ്രീനറി ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, വായന ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്പേസ് നമുക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം പ്രിപ്പയർ ചെയ്യുന്നത് നല്ലത്. ഇപ്പം ഞാനൊക്കെ നോർമലി ബിസിനസ് കൺസൾട്ടേഷനൊക്കെ എടുക്കുന്ന കമ്പനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിനക്കൊരു റൂം വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നിനക്കിരുന്ന് എഴുതാനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും നിനക്ക് നിൻ്റേതായിട്ടുള്ള ഇരുന്ന് ചിന്തിക്കാനുള്ള റൂം. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാരെയും അവരുടെ ക്രിയേറ്റിവിറ്റീനെയും അവരുടെ പീസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയണേ, ഇതൊക്കെ ഈ കമ്മ്യൂണിക്കേഷനിൽ വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ കസ്റ്റമറുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും, കസ്റ്റമർ ഇതൊന്നും പറയില്ല. അങ്ങനെ കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്
ബേസിക് ആയിട്ട് പറഞ്ഞ ഇപ്പം എൻ്റെ ഓഫീസിൽ തന്നെ നടന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇന്ന സൈഡിലേക്കാണ് എൻട്രൻസ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർക്കിടെക്ട്സ് ചില പോയിന്റ്സ് ഒരു സ്ഥലത്ത് നോട്ട് ചെയ്യാതെ ഇരുന്ന് വേറൊരു സൈഡിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ട് നമ്മൾ ദേഷ്യപ്പെട്ട കസ്റ്റമർ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് സാറേ ഞങ്ങളത് മിസ്റ്റേക്സ് അല്ലേ, ഹ്യൂമൻ എറേഴ്സ് പറ്റും, പക്ഷെ അങ്ങനെ പറ്റുമ്പോൾ നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ വെച്ച് നിർത്തരുത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മനുഷ്യന്മാരാണ്, അബദ്ധങ്ങൾ പറ്റും, നമ്മൾ മാലാകന്മാരല്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രോപ്പർ റെസ്പോൺസ് ഇല്ലെങ്കിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സാർ ഇപ്പോൾ 1 മാസം 2 മാസമാണ് നമ്മളൊരു പ്രൊജക്ട് പീരീഡ് തന്നിട്ടുള്ളത്, സാർ ഇത് 6-7 മാസം കൂടുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് എന്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടാ? ചില ആൾക്കാർക്കുള്ളൊരു കൺസേൺ ഞാനത് അഡ്രസ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസാണ്. പ്ലാനൊക്കെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വെറുതെ കസ്റ്റമറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സാറേ എല്ലാം ഓക്കെ അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് സാർ എനിക്ക് 1-2 കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ സാർ എന്താ പറയാതിരുന്നത്? എങ്ങനെ ഇപ്പോൾ അവരുടെ അടുത്ത് പറയാം? എന്താ പറയുന്നതിന് നിങ്ങൾ അധ്വാനിച്ച പൈസ നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസൈനിങ്ങിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ആർക്കിടെക്ട്സിനായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴും കമ്പനികളാണെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കമ്പനികൾ ഒരു കസ്റ്റമർ റിലേഷൻ്റെ ആളെ വെച്ചിട്ട് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് മാക്സിമം എടുക്കുക. അവർ ഹാപ്പി അല്ലാതെ ഇത് അടുത്ത ഡെലിവറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ജീവിതകാലം മൊത്തം ഇവരെ ബാധിക്കും. എല്ലാ കാര്യങ്ങളും ഇവർ ഇതിനായിട്ട് റിലേറ്റ് ചെയ്യും. ഇപ്പോൾ വാസ്തുവിനെ കുറിച്ച് ഇപ്പോൾ ചില കാര്യങ്ങൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ടാവും, ചില വീടുകൾ ശ്രദ്ധിക്കാതെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പ്രശ്നം എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ താമസിച്ച് കഴിഞ്ഞ് വീട്ടിൽ കുട്ടിക്കൊരു എന്തെങ്കിലും ഒരാൾക്കൊരു വയ്യായി വന്നു കഴിഞ്ഞാൽ ഒരാൾ പുറത്തുനിന്ന് വന്നിട്ടൊരു അഭിപ്രായം പറയണം, ഇത് കന്നിമൂലയിൽ ടോയ്ലറ്റ് കൊടുത്തോട്ടാ. പെട്ടില്ലേ? എൻ്റെ പരിചയത്തിൽ എൻ്റെ ഫാമിലിയിലുണ്ട് ടോയ്ലറ്റ് പൊളിച്ച് വേറെ പണിത്. എൻ്റെ വീട്ടിലൊരു സമയം വരെ കന്നിമൂലയിൽ എന്തായിരുന്നു ടോയ്ലറ്റ്, അത് അറിഞ്ഞതിന് ശേഷം പ്രശ്നമായി. അപ്പോൾ ഇത് ആൾക്കാരുടെ വിശ്വാസമാണിത്. ഇത് വിശ്വാസത്തുമായിട്ട് ഇപ്പം നമുക്ക് വിശ്വാസമില്ലെങ്കിൽ പോലും വേറൊരാൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ അതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അല്ലേ. സോഷ്യൽ മീഡിയയിലെ പല വീഡിയോസും കാണുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന പോലെ പല ആൾക്കാരും പറയുന്നതും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആക്കും. അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ നിർത്തുക. വേറൊരാൾ വന്നൊരു കാര്യം പറഞ്ഞാൽ പോലും അത് അല്ല എന്ന് സയൻറ്റിഫിക്കലി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൽ വെറുതെ വേഗമായിട്ട് ഓരോന്നും പറയാതെ കറക്റ്റായിട്ട് സോളിഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മളുടെ ഈ ക്ലൈമറ്റ് ഒക്കെ കംപ്ലീറ്റ് മാറിയല്ലോ. മൺസൂണുള്ള സമയത്തൊന്നുമല്ല ഇപ്പോൾ മൺസൂൺ ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു അർബനൈസേഷൻ എന്നുള്ള ഒരു ആസ്പിറേഷനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലൈമറ്റ് ക്രൈസിസും ഒരു ഇൻക്രീസ്ഡ് അർബനൈസേഷനൊക്കെ നിലനിൽക്കുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ എന്നുള്ളത് ശരിക്കും പോസിബിളാണ്. സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ വരിക എന്നുള്ളത് വളരെ നിർബന്ധമാണ്, അല്ലെ 100% നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ എൻ്റെ വീട് ഏകദേശം ഒരു 60-70 സെൻറ്റിലാണ്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ എറണാകുളത്ത് ഇപ്പോൾ കമ്പനി റീലൊക്കേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇനീഷ്യലി റിക്വയർമെൻറ്റ് വന്നിരുന്നത് എനിക്ക് 3.5 സെൻറ്റിൽ വീടുണ്ടാക്കണം, 5 സെൻറ്റിൽ വീടുണ്ടാക്കണം തന്നെ. ഞാൻ എൻ്റെ കുറേ കസ്റ്റമേഴ്സ് തുടക്കത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എൻ്റെ തോട്ട് പ്രോസസ്സ് അങ്ങനെ ആയിരുന്നു. പിന്നെ അത് മാറിയതാ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രേ റിക്വയർമെൻ്റ് ഉള്ളൂ. എൻ്റെ വീട് 5 ബെഡ്റൂം ഉണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ 3 ബെഡ്റൂം ഉള്ളൂ. എനിക്കിപ്പോൾ 2 BHK മാറാനാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. വെറുതെ ഒരു ബെഡ്റൂം വെറുതെയാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള നാച്ചുറലി ആയിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ വരുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട്, അതായത് കംപ്ലീറ്റ് വെട്ടിത്തെളിച്ച് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഡിസൈനിലേക്ക് പോവാം. ഇപ്പോൾ വരുന്ന പല ഡിസൈൻസ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഓൾറെഡി ഒരു മാവോ പ്ലാവോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ വെച്ചുകൊണ്ടാണ് ബാക്കി ഡിസൈൻ. നല്ലതല്ലേ? അത് നല്ലതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടം അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ചില കസ്റ്റമേഴ്സിന് അത് പറ്റാത്തവരുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ക്ലീനിങ് ഒക്കെ ഭയങ്കരമായിട്ട് മെയിൻ്റെനൻസ് ഉണ്ടായിരിക്കും. അത് എല്ലാ കാര്യത്തിനും മെയിൻ്റെനൻസ് ഇല്ല. ഇപ്പോൾ കാർ എടുത്തു നല്ല കമ്പനിയുടെ കാറാണെങ്കിൽ പോലും 5000 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ സർവീസ് ചെയ്യണ്ടേ നമ്മൾ. അപ്പോൾ നിങ്ങൾ ആ സർവീസും ചെയ്യണം തീർച്ചയായിട്ടും. വീടിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിലൊക്കെ വെള്ളം പോകാനുള്ള സ്പേസസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. വീടിൻ്റെ മുകളിലേക്ക് മരം ചാഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല വന്ന് വീണ് കഴിഞ്ഞാൽ ഹോൾ അടഞ്ഞ് വെള്ളം കെട്ടി നിന്നാൽ അത് സീപ്പേജ് ഉണ്ടാക്കും. നിങ്ങൾ എങ്ങനെയൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. മെയിൻ്റെനൻസ് പ്രോപ്പർ ആക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ജിജിൻ ചോദിച്ചതുപോലെ ഈ അർബനൈസേഷൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ ടൗൺ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വലിയ സിറ്റീസൊക്കെ ഡിസൈൻ ചെയ്യുന്നതിൽ. നമ്മളൊരു പരിധി വരെ അതിൽ നമ്മൾക്കത് പറ്റുന്നില്ല. അതിന് ഒരു പരിധി വരെ ആൾക്കാരുടെ ബിഹേവിയറും അതിനൊരു പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും അല്ലേ. അതിന് പകരമായിട്ട് നമ്മൾ റോഡിൻ്റെ നടുവിൽ വെക്കുന്ന മരം ചിലപ്പോൾ അതിനെ ഏൽപ്പിച്ച കോൺട്രാക്ടേഴ്സും അവർക്കും വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ ബാധ്യത അല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തുള്ള ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുറത്തുണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന റെൻറ്റഡ് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള പോർഷൻ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. ആ ഗ്രീനറി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് കളയാം, നിങ്ങൾക്ക് കോൺട്രാക്ടറെ വെച്ച് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലൊക്കെ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലൊക്കെ
ഹരിതസേന ഇതെടുക്കാൻ വരുന്നുണ്ടല്ലോ വേസ്റ്റ്, ഞാൻ ആൾക്കാരുടെ ഒരു ബിഹേവിയർ പറയാം. അതിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ 3 ബക്കറ്റാണ് തന്നിട്ടുള്ളത്, ഒന്ന് പ്ലാസ്റ്റിക് ഇടാൻ, ഒന്ന് പേപ്പർ ഇടാൻ, ഒന്ന് ഫുഡ് വേസ്റ്റ് ഇടാൻ. ഇതുപോലും ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന പാവം സ്ത്രീകൾ അവരെടുത്ത് ദേഷ്യപ്പെടുക. അപ്പോൾ അത് ചില ആൾക്കാരുടെ ക്യാരക്ടറിൽ റൂട്ടഡ് ആണ്. ഞാൻ പറയുന്നത് ആ റൂട്ടിൽ നിന്ന് ചേഞ്ച് വന്നാൽ മാത്രമേ ഇതിലൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ്റിലേ ഉണ്ട്, ഞാനത് കുറ്റം പറയല്ല. റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ വരില്ലേ പൊളിക്കാൻ, പൈപ്പ് ഇടാൻ. അതായത് ഫുള്ളി ടാർഡ് ആയിട്ടുള്ള റോഡ് ഉണ്ടാക്കി കഴിയുന്ന. അപ്പോൾ ഇതൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിക്കൂടെ? ഇത് വീടിൻ്റെ കാര്യത്തിൽ ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽ വർക്കിംഗ് ഡ്രോയിങ്ങിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുത്തി പൊളിക്കണ്ടല്ലോ. നമുക്ക് ഉണ്ടായിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ നേരത്തെ ജിജി എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഡീറ്റെയിൽ വർക്കിംഗ് ഡ്രോയിങ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചില്ലേ. അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു നമ്മൾ ആർക്കിടെക്ചറും ചെയ്തിട്ടില്ല, കൺസ്ട്രക്ഷൻ ചെയ്തില്ല, ഇൻറ്റീരിയർ പ്രൊജക്റ്റാണ് നമുക്ക് വന്നത്. ആ പ്രൊജക്റ്റിൽ ഏകദേശം 40,000 റെനോവേഷൻ പൊളിച്ച് രണ്ടാമത് റെനോവേറ്റ് ചെയ്ത് ചെയ്യുന്ന കോസ്റ്റ് മാത്രം വന്നു. ഇത് ഡീറ്റെയിൽ വർക്കിംഗ് ഡ്രോയിങ്ങിന് ആ പൈസ മതി ഇനീഷ്യലി ചെയ്തിരുന്നെങ്കിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ നിശ്ചയം കൊടുക്കണം, പിന്നെ അതുപോലെ വാളിൽ ചില സ്ഥലങ്ങളിൽ. ഇതൊക്കെ കസ്റ്റമർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആഗ്രഹങ്ങളൊന്നും ചോദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വന്നില്ല. പിന്നെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ചെന്നപ്പോൾ ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. ഒന്നും ചെയ്യാനില്ല, പൊളിച്ച് ചെയ്യണം. ഇലക്ട്രിക്കൽ ലൈനിങ് അവിടേക്ക് വരണം, അവിടെ ലൈറ്റ് കൊടുക്കാൻ. അപ്പോൾ ഇലക്ട്രീഷ്യൻസിൻ്റെ കോസ്റ്റ്, എക്സ്ട്രാ വയറിങ് കോസ്റ്റ്, ഇതൊക്കെ എക്സ്ട്രാ ലേബറായിട്ട് ആഡ് ചെയ്യുക. ഒരു മെയ്സൺ ഇലക്ട്രിക്കൽ ലേബർ ഒരാൾ വരുന്നതിന് 1,200 രൂപയാണ്. എത്ര തവണ അവർ വരേണ്ടി വരും? അപ്പോൾ ഇങ്ങനെയുള്ള, പിന്നെ അതിൻ്റെ വയറിൻ്റെ കോസ്റ്റ്, പൈപ്പിങ്ങിൻ്റെ കോസ്റ്റ്, ഇത് ചിപ്പിംഗ് കോസ്റ്റ്, ചിപ്പിംഗ് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യുന്ന കോസ്റ്റ്, ഇപ്പോൾ പുട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പുട്ടിന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന നമ്മുടെ എക്സ്പെൻസുകളാണ്. ഇപ്പോൾ നോർമലി ലേബർ കോൺട്രാക്ടൊന്നും ചെയ്യുന്നവർ ഇങ്ങനത്തെ എക്സ്പെൻസുകളൊന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല. അവർ പറയുന്നത് എനിക്ക് ഇത്ര ചിലവായിട്ടുള്ളൂ. ആക്ച്വലി അതല്ല ചിലവായിട്ടുണ്ടാവുക. ഞാൻ ബെറ്റ് വെക്കുന്നു, എൻ്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ആയിട്ട് വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇക്കയുമായിട്ട് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ ഒക്കെ പുള്ളി വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുമായിരുന്നു നാട്ടിൽ. പുള്ളിക്ക് ഒരു മാസം അവിടെ 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. ഇവിടെ വന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ടു ആൻഡ് ഫ്രോ പോയി വരാൻ ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ഡെയിലി രാവിലെ പോകും, നനക്കും. ഒരാളെ നിർത്തി നനപ്പിച്ചാൽ മതി. പക്ഷേ ആ ക്യൂറിങ്ങിൻ്റെ കാര്യത്തിലുണ്ട് കേട്ടോ. ചിലപ്പോൾ കോൺട്രാക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് അത് അയാളുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതിനേക്കാൾ ഒരു ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഇത് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യും. അതല്ലേ ഉണ്ടാകും. സോ നമ്മൾ ആർക്കിടെക്റ്റും കൺസ്ട്രക്ഷനൊക്കെ കുറേ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ ലൈറ്റിങ്, ടെക്സ്ചർ, അതേപോലെ തന്നെ കളർ ഒക്കെ മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങളാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലൈക്ക് പ്രയോറിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതെല്ലാം കണക്റ്റഡ് തന്നെയാണ്. ഇപ്പോൾ ഇത് ഡിപ്പെൻസ് ഓൺ കസ്റ്റമറിൻ്റെ ഈ കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ലൈറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലൈറ്റിങ്ങിന് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്കുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് വാം ലൈറ്റ് ആക്കാം, ബ്രൈറ്റ് ലൈറ്റ് ആക്കാം, ഡിം ലൈറ്റ്, ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. സോ കസ്റ്റമർ എന്ത് ടൈപ്പ് ഓഫ് വീടാണ് ആഗ്രഹിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ആണ് ആഗ്രഹിക്കുന്നത്, ഈ ഡിസ്കഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നോർമലി ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നിടത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ഡിസ്കഷൻസ് കണ്ടിട്ടില്ല. ലൈറ്റിങ്ങിനെ കുറിച്ചൊന്നും ആൾക്കാർ ബോധേഡല്ല. കംപ്ലീറ്റ് അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ട് വാളിലൊരു ട്യൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ടാവും. ഒക്കെ പോയില്ലേ, എന്താ ചെയ്യുക? അപ്പോൾ അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അവരുടെ അടുത്ത് ചോദിച്ചില്ല. അതന്നെയാണ് കാരണം. കസ്റ്റമേഴ്സ് അതിനെപ്പറ്റി അവെയർ ആയിരിക്കില്ല, നമ്മൾ വേണ്ട എഡ്യൂക്കേറ്റ് ചെയ്യാൻ. അത് ആ എഡ്യൂക്കേഷൻ പ്രോസസ്സ് നടക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വെറും ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ് ആവണമെന്നല്ല, സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആവുക. ഇൻഫർമേഷൻസ് കൊടുക്കാൻ ആർക്കും പറ്റും. ഇൻഫർമേഷൻസ് എല്ലായിടത്തും അവൈലബിൾ ആണ്. ആൾക്കാർക്ക് വേണ്ടത് സൊല്യൂഷൻസ് ആണ്. എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ? മാർക്കറ്റിൽ ഒരു 10-15 സൊല്യൂഷൻ ഉണ്ട്. ഇതിൽ ഏത് സൊല്യൂഷനാണ് നിങ്ങളുടെ ബഡ്ജറ്റിനായിട്ട് ചൂസ് ആവുന്നത്, നിങ്ങൾക്ക് ഓക്കെ ആവുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കേസിൽ വരുമ്പോൾ ടെക്സ്ചേഴ്സ് ആണെങ്കിലും, കൊടുക്കുന്ന റൂമിൻ്റെ ലൈറ്റിങ്സ് ആണെങ്കിലും, അതുപോലെ അവിടെ നമ്മൾ കൊടുക്കുന്ന വാൾ പെയിൻറ്റിങ്ങിൻ്റെ ടെക്സ്ചേഴ്സ് ആണെങ്കിലും, നമ്മൾ ഓപ്പണിങ്സ് ആണെങ്കിലും, ഇതൊക്കെ ഈക്വലി റെലവൻ്റ് ആണ്. ഇപ്പോൾ എന്താ പറയുക, എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാളിൽ, ഇപ്പോൾ പുറത്ത് മഴ വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വരുന്ന വാളിൽ നമ്മൾ ചെയ്യേണ്ട മെറ്റീരിയൽ ആയിരിക്കില്ല വാട്ടർ എക്സ്പോഷർ വരാത്തൊരു സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ട മെറ്റീരിയൽ. ഈ എല്ലായിടത്തും ഒരേ മെറ്റീരിയൽ ചെയ്യാം, പക്ഷേ അപ്പോൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് കൂടും. അപ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു കിച്ചണിൽ നമ്മൾ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നമ്മൾ MDF ചെയ്യും, പക്ഷേ നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ MDFൻ്റെ ആവശ്യമില്ല, നമുക്ക് അവിടെ വാട്ടറിൻ്റെ ഇതൊന്നും വരുന്നില്ല, നമ്മൾ 303 പ്ലൈവുഡ് മതി. അപ്പോൾ അത് ബഡ്ജറ്റ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരാൾ ഇൻറ്റീരിയറിൻ്റെ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ എൻ്റെ ബഡ്ജറ്റ് ഇത്ര ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പറയാം ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കാം, അതനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് കട്ട് ഡൗൺ ചെയ്യാം
എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കസ്റ്റമറും റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ നിർത്താൻ പറ്റും. ഇൻറ്റീരിയർ നമ്മൾ വിചാരിച്ചതുപോലെ വരികയും ചെയ്യും. ഇൻറ്റീരിയറിന് കോടികളുടെ രൂപ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്, ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട്. ചിലർക്ക് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ബേസിക് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ, അത് മതി. ഇപ്പോൾ ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയും, ഞാൻ താഴത്തെ ബെഡ്റൂം ഇൻറ്റീരിയർ ചെയ്തോളാം, എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള ഫർണിച്ചേഴ്സ് ഉണ്ട്, അതൊന്ന് റെഡിയാക്കിയാൽ മതി, അത് ചെയ്താലും മതി. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ നിർത്തുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വീടാകും, കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യുക, അത് തന്നെ ഉള്ളൂ. ഈ ലൈറ്റിങ്ങിന്റെ കാര്യത്തിൽ പറയുമ്പം പണ്ട് ഈ ട്യൂബായിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഫാൾ സീലിംഗ് എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. പിന്നെ കംപ്ലീറ്റ് എല്ലാവരും ഇത് ചെയ്യലെന്നെ വരും. ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു 5 years ഒക്കെ കഴിയുമ്പോൾ ഇതിന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിക്ക് ചൂട് കൂടുന്നുണ്ട്. ഇപ്പൊ എന്താ ശരിക്കും ഒരു ട്രെൻഡ്, ഒരു ഫാൾ സീലിംഗ് എഫക്റ്റ് തന്നെ കിട്ടുന്ന രീതിക്ക് ഫാൾ സീലിംഗിൽ ഇപ്പൊ പ്ലെയിൻ ഫാൾ സീലിംഗ് കൊടുക്കുന്നവരുണ്ട്. അതായത് എനിക്ക് വീടിന്റെ ലൈറ്റിംഗ് വാളിൽ നിന്ന് വേണ്ട, ഫ്ലോറിൽ നിന്ന് മതി, അതായത് വാളിൽ നിന്ന് സീലിംഗിൽ നിന്ന് മതി, എനിക്ക് വാളിൽ നിന്ന് വേണ്ട എന്ന് പറയുന്ന, അതാണ് ഏറ്റവും നല്ല ലൈറ്റിംഗ് ആക്ച്വലി. അതുകൊണ്ടാണല്ലോ ഓഫീസിലൊക്കെ അത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതാണ്. അപ്പോൾ അത് മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് ഇത് ഓൾറെഡി മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ, അതായത് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ലൈറ്റിംഗ് പോയിന്റ്സ് എവിടെയാണ് പ്രോപ്പറായിട്ട് വരുന്നതെന്ന് വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൺസീൽഡ് സീലിംഗ് ബോക്സുകളുണ്ട്, പ്ലാസ്റ്റിക് ബോക്സ്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരെണ്ണത്തിന് 320 രൂപയാണ് കോസ്റ്റോട്. ആ ബോക്സ് നമുക്ക് കോൺക്രീറ്റിൻ്റെ ടൈമിൽ തന്നെ ബാറിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യാം. കോൺക്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർക്കുലറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ലൈറ്റ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ സീലിംഗിൽ ലൈറ്റ് നിൽക്കുന്നത് പോലെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ആരും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇനി അതൊന്നും വേണ്ട, ഇലക്ട്രിക്കൽ വയർ മാത്രം വന്നാൽ പോലും കുറച്ചും കൂടി ബൾക്ക് ഹെഡ് ആയിട്ടുള്ള സീലിംഗ് ലൈറ്റ്സ് ഉണ്ട്. ഉള്ളിലേക്ക് കൺസീൽഡ് ആയി പോവില്ല, പക്ഷെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അത് കൊടുക്കാം. പിന്നെ പല ലൈറ്റിംഗ് ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ അതിനവിടെ ഇലക്ട്രിക് പോയിന്റ് വരണം, അതിന് ഇലക്ട്രിക്കൽ ഡ്രോയിങ് വേണം. അതായത് ചില സ്ഥലങ്ങളിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ് തന്നെ ഇൻറ്റീരിയർ ഫോക്കസ് ചെയ്യാതെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് കൊടുക്കും. അപ്പോൾ എന്താ, കബോർഡിൻ്റെ ഡോറ് തുറന്ന പാട് തന്നെ ആയിരിക്കും ഈ ലൈറ്റിംഗ് പോയിന്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡോറ് തുറക്കുമ്പോൾ ഇതുമ്പോഴൊക്കെ വേവറിങ് വരും. ചിലത് ഫാനിൻ്റെ താഴെയായിരിക്കും, ഫാനിൻ്റെ ഒരു സർക്കുലർ ഏരിയ ഉണ്ടല്ലോ, അതിലേക്ക് ചെറുതായിട്ട് വരുമ്പോൾ ഫാൻ കറങ്ങുന്ന ടൈമിൽ അതിൻ്റെ ഫ്ലിക്കറിങ് വരും, അതായത് എഫക്റ്റ് ആവും. അപ്പോൾ ഇത് ഇൻറ്റീരിയറിൻ്റെ സ്പേസ് പ്ലാനിങ്ങും പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ പോയിന്റ്സ് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, കറക്റ്റ് ലൈറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം റിലേറ്റഡ് ആണ്. ഇതെല്ലാം കൂടി ശരിക്കും ഒരു കമ്പനിയെ ഏൽപ്പിക്കുന്നതല്ല നല്ലത്. തീർച്ചയായിട്ടും അതാണ് നല്ലത്. ഇനി അതൊരു കമ്പനിയെ തന്നെ ഏൽപ്പിക്കണമെന്ന് നിർബന്ധം പറയില്ല, പക്ഷേ ഏൽപ്പിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും അങ്ങോട്ട് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരാൾ മറ്റൊരാളെ ബ്ലെയിം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്, അല്ലേ? അത് നല്ലൊരു പ്രവണതയല്ല. അപ്പോൾ അങ്ങനെ ബ്ലെയിം ചെയ്യില്ല, നിങ്ങൾക്ക് ഉറപ്പുള്ളവരെ നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഒരാളെ തന്നെ കൊടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്, ഞങ്ങളത് ചെയ്യുന്നതുകൊണ്ട് പറയല്ല, ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് ക്വസ്റ്റ്യനിങ് ഒന്നാണ്, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ പോയിന്റ് സിംഗിൾ ആവും എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. പക്ഷേ എനിക്ക് ഒരുപാട് സമയമുണ്ട്, എനിക്ക് വേറെ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റും, എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനും പ്രശ്നമില്ല, എനിക്ക് ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ് എന്നുള്ളവർക്ക് വേറെ ഡിഫറെൻറ്റ് പീപ്പിൾസിനെ സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴും ബഡ്ജറ്റ് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് ആ ബഡ്ജറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റണം. സ്റ്റെയറിങ്ങിന്റെ കേസിൽ പറയുമ്പോൾ കോൺക്രീറ്റ് ആയിരുന്നു പണ്ട് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ മെറ്റൽ ഫ്രെയിംസും മെറ്റൽ റെയിലിങ്സും അങ്ങനത്തെ ഗ്ലാസ് വരുന്നുണ്ട്. പണ്ട് ചെയ്തിരുന്ന മരമാണ്, അതിനുശേഷമാണ് കോൺക്രീറ്റ് വന്നത്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നതിൽ കോൺട്രാക്ടേഴ്സ് ഒക്കെ പറയുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് കുറവാണ് കോൺക്രീറ്റിൻ്റെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലൊക്കെ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്. ഡിപ്പെൻസ് ഓൺ ഡിസൈൻ. നമ്മൾ ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള ഡിസൈനിലേക്കൊക്കെ പോകുമ്പോൾ ചിലവർ ഷീറ്റൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിന് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ഇതൊക്കെ കോസ്റ്റിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. പക്ഷേ ഈ കോൺക്രീറ്റ് സ്റ്റെയർ തന്നെ ഭയങ്കര ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പിലുള്ള ഡിസൈൻസ് കോൺക്രീറ്റിൽ ചെയ്യാൻ പറ്റും. അതിന് ഡ്രോയിങ് വേണമെന്ന് മാത്രമേ ഉള്ളൂ, അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആസ്തറ്റിക്കലി ഒന്നും കൂടി ഭംഗിയായിട്ട് വരുന്ന ഇങ്ങനത്തെ സ്റ്റീൽ സ്റ്റെയർസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഭയങ്കര ബൾക്കി അല്ലല്ലോ, അതായത് ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്ത പോലെ തോന്നും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഒരു 10 to 12 സെൻറ്റിമീറ്റർ തിക്നെസ് വേണം. അപ്പോൾ ആ തിക്നെസ്, അതെന്തുകൊണ്ടാണ് തിക്നെസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു കവറിംഗ് ബ്ലോക്ക് വെക്കാൻ പറ്റണം, അതിൻ്റെ മുകളിൽ ബാറ് വരണം. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഫിൽ ആവണം. അപ്പോൾ അതിന് ആ ഗ്യാപ്പ് വേണം. കോൺക്രീറ്റ് നമുക്ക് 5 സെൻറ്റിമീറ്ററിലോ 2 സെൻറ്റിമീറ്ററിലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് സ്റ്റീലിലേക്ക് വരുമ്പോൾ അത് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ സ്ട്രിങ്സും കാര്യങ്ങളൊക്കെ പുതിയ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ യൂസ് ആരൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്ട്രിങ്ങൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാനും കഴുത്ത് കൊടുക്കാനും ഇതിനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി ശ്രദ്ധിക്കുക.
ഭംഗി നിർബന്ധമായിട്ട് നോക്കണം, ഫങ്ഷനാലിറ്റി നോക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കോൺക്രീറ്റ് അല്ല സ്റ്റീൽ സ്റ്റെയറാണ്. മുമ്പ് കോൺക്രീറ്റ് ആയിരുന്നു, പിന്നെ റെനോവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റീൽ സ്റ്റെയർ കൊടുത്തു. കുട്ടികളൊക്കെ വന്ന് സ്റ്റീൽ സ്റ്റെയർ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നമുക്ക് വിസിബിളി കാണാൻ പറ്റും. നമുക്കൊരു പേടി ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു കൈയിടോ കാലിടോ എന്നുള്ള പല അങ്ങനെയുള്ള കൺസേൺസ് ഉണ്ട് എന്നുള്ളൂ. പക്ഷേ ഭംഗി അത് തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ കോൺക്രീറ്റ് സ്റ്റെയറും ഇപ്പോൾ പല ഡിസൈൻസ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന 2-3 പ്രൊജക്റ്റിൽ കുറച്ച് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലും അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. കോൺക്രീറ്റിൽ എന്തുകൊണ്ടാണ് കോസ്റ്റ് കുറവാന്ന് പറയുന്നത്, നമ്മളിത് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഷട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പോവാണ്. സെപ്പറേറ്റ് ഒരു ലേബർ രണ്ടാമത് വന്നിട്ട് ചെയ്യല്ലോ. വേറൊരു കോൺട്രാക്ടിങ് ടീമിനെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഒരു എക്സ്പേർട്സ് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ അവരുടെ ഒരു പ്രോഫിറ്റ് കയറി വരും. നമുക്കും ചെയ്യുന്നതിന് പ്രോഫിറ്റ് ഉണ്ട് ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അത് നമ്മുടെ വർക്ക് ഫ്ലോനെ കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ സ്റ്റെയറൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമറുടെ നീഡ് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റെയറിൻ്റെ കേസിൽ ചില കസ്റ്റമേഴ്സിൻ്റെ കാലൊക്കെ വലുതായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ത്രെഡ് കൊടുക്കുന്നത് വലിയ ത്രെഡ് കൊടുക്കാൻ ശ്രമിക്കാം. ചിലവരെ കാല് പുറത്ത് വരും, മനസ്സിലായി. പിന്നെ പ്രായവരുടെ മുകളിൽ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെയറിൻ്റെ വിട്ട് കൂട്ടാൻ ശ്രമിക്കുക. അപ്പോൾ നോർമലി 90 സെൻറ്റിമീറ്റർ ഒക്കെ പറയുന്ന ഒരു 1 ton ഒക്കെ കൊടുക്കാം. അപ്പോൾ വീടൊന്നും കൂടി വലുതായിട്ടുള്ള ഫീലിംഗ് വരാം. സ്റ്റെയറൊക്കെ വലുതാകുമ്പോൾ അതിനനുസരിച്ച് എക്സ്പെൻസ് കൂടും കേട്ടോ, തീർച്ചയായിട്ടും. ടൈല് 90 സെൻറ്റിമീറ്റർ ഉണ്ട്, ചിലപ്പോൾ 100 സെൻറ്റിമീറ്ററിലേക്ക് ഇടുമ്പോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ത്രൂ ഔട്ട് ഒരു 19 സ്റ്റെയറിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യത്യാസം വരും. പക്ഷേ അത് ഫങ്ഷനാലിറ്റിനെ നോക്കുക, അത് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് നോക്കിയതിൻ്റെ ശേഷം ചെയ്യാം. പ്രായമായ ആൾക്കാരുടെ കേസ് പറഞ്ഞപ്പോൾ ഈ പോർട്ടബിൾ ലിഫ്റ്റുകൾ വന്നിട്ടില്ലേ, ഇങ്ങനെ ആഡ് വരാറുണ്ട് നമുക്ക്. വൺസ് കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട്, അതെ, ക്യാപ്സ്യൂൾ മോഡലുള്ള അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ്റെ ഒരു അത് ഇപ്പോൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത വീടുകൾക്കും ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ മുകളിൽ ഒരു പ്രായമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നുള്ള അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. പിന്നെ നമുക്കും ഭാവിയിൽ പ്രശ്നങ്ങൾ വന്നേക്കല്ലോ. ബഡ്ജറ്റ് പ്രൊജക്ട്സിലൊക്കെ ഇപ്പോൾ ലിഫ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 2-3 പ്രൊജക്റ്റുകളിൽ ലിഫ്റ്റ് വരുന്നുണ്ട്. അത് ചിലവർ കൂടുതലും വാക്വം ലിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും അത്ര കോസ്റ്റ്ലി അല്ല, 7 lakhs 8 lakhs ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ വാക്വം ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാം. ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ വാക്വം ലിഫ്റ്റിൻ്റെയും ക്യാപ്സ്യൂളിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നോളജിക്ക് ഒരു താഴത്തൊരു സ്പേസ് വേണ്ട, ഫൗണ്ടേഷൻ്റെ താഴത്തേക്ക് ഒരു സ്പേസ് വേണ്ട, ലിഫ്റ്റിൻ്റെ ആ ഒരു യൂണിറ്റ് ചെന്ന് എൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വൺസ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു റിക്വയർമെൻറ്റ് തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുക, സ്ലാബ് കട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അതിനെ അലോ ചെയ്യുന്ന ഒരു സ്പേസ് വേണം എന്നുള്ളതാണ്. പിന്നെ G+1 ഒക്കെ അല്ലേ നോർമലി റെസിഡൻസ് എല്ലാവരും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറോ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ പുതിയ ടെക്നോളജി ഒക്കെ വന്നിട്ടുള്ളത് സ്റ്റെയറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു സീറ്റ് പോലെ വാളിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു റെയിലിംഗ് പോകുന്നുണ്ട്, അതിലിരുന്നിട്ട് ആൾക്ക് താഴെ വരാം. അങ്ങനെയൊക്കെ അതൊക്കെ വളരെ മാൻഡേറ്ററി ആയിട്ടാണെങ്കിൽ ഇഫ് യുവർ ബഡ്ജറ്റ് അലൗസ് നമുക്കത് ആവശ്യമാണെങ്കിൽ ചൂസ് ചെയ്യാം ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബഡ്ജറ്റാണ്, നമ്മൾ ചെയ്യുന്ന ഒരു 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, 20-50 ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളടത്തൊക്കെ ലിഫ്റ്റ് കൊടുക്കാണ്ട് പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. ഇപ്പം അഫ്സൽ ബ്രോ ഒരുപാട് ക്ലയൻസിനെ മീറ്റ് ചെയ്യും, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് പല കൺസ്ട്രക്ഷനും ആർക്കിടെക്റ്റ് ആയാലും ഇൻറ്റീരിയർ ആയാലൊക്കെ. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഭയങ്കര സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടൊരു ഐഡിയ ഒരു കസ്റ്റമർ പറയുകയും അതിനെ നിങ്ങൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു ഐഡിയയിലേക്ക് എത്തിയൊരു സ്റ്റോറി പറയാൻ പറ്റുമോ? എനിക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന 2 രീതിയിലുണ്ട്. ഒന്ന് വളരെ സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞിട്ട് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട്, വളരെ നോർമലായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞിട്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഐഡിയ ആക്കിയിട്ട് നമ്മളത് കൊടുത്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്ത സിറ്റുവേഷനുണ്ട്. രണ്ടും ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടായത് നമ്മുടെ പോഡ്കാസ്റ്റ് കഴിഞ്ഞല്ലോ, പോഡ്കാസ്റ്റിൽ നിന്നൊരു കസ്റ്റമർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഏരിയ ഓഫ് പ്രൊജക്റ്റ് വരുന്നത് ഒരു 3,500 സ്ക്വയർ ഫീറ്റൊക്കെയാണ്. പുള്ളിയുടെ ഫാമിലിയിലെ ആരൊക്കെയാണ് അത് ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി നമ്മളെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ തന്നെയാണ്, പുള്ളീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ആ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്ത് നമ്മളത് ആർക്കിടെക്ചർ ചെയ്തപ്പോൾ പുള്ളി UK ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പുള്ളിയുടെ ഡിസൈൻ കോൺസെപ്റ്റ്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് പുള്ളി അതിന് നമുക്ക് കുറച്ച് റെഫറൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കതൊരു ചലഞ്ച് തന്നെയായിരുന്നു. എന്നാൽ പുള്ളിയുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യണം, പുള്ളിക്ക് അത്ര ഏരിയയും വേണ്ട. അവസാനം ആ പ്രൊജക്റ്റ് ഇപ്പോൾ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയിട്ടോ. ആ പ്രൊജക്റ്റിൻ്റെ സ്റ്റേജ് അത് ഏരിയ നമ്മൾ ക്ലോസ് ചെയ്ത് 2,650 സ്ക്വയർ ഫീറ്റിലാണ്. അതായത് എനിക്ക് തോന്നുന്നത് 3,400 സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന റെസിഡൻസ് 2,650 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. പുള്ളിയുടെ എല്ലാ ഡിസൈൻ റിക്വയർമെൻറ്റും ആ സ്ട്രേഞ്ച് ആയിട്ട് പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റി. അതിൽ ഏറ്റവും കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ നോർമലി പുള്ളിയുടെ ഫാദറും മദറും മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ നോർമലി ഉള്ളവർക്ക് ഈ കിച്ചൺ അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ കിച്ചൺ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുള്ളി അതിന് തന്നൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ആ മെറ്റീരിയൽ അവൈലബിൾ ആണോ എന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ അതിനേക്കാളും ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് അതിലേക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തത്.
പോർട്ടബിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കിച്ചൺ ക്ലോസ്ഡ് ആയിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. വളരെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണൊക്കെ ഒരൊറ്റ പ്ലെയിൻ സ്പേസ് ആയിട്ട് കിടക്കുന്നു. ഇൻ കേസ് ഒരു റിക്വയർമെൻറ്റ് അവർക്ക് വരികയാണെങ്കിൽ അത് അവർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ഒരു ഡിസൈൻ കോൺസെപ്റ്റിലേക്ക് അത് എത്തിക്കാൻ. കാരണം നമ്മൾ അങ്ങനത്തെ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ റിക്വയർമെൻറ്റ് നമ്മളടുത്ത് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇങ്ങനത്തെ റിക്വയർമെൻ്റ് ഒന്നും നമ്മുടെ നാട്ടിൽ ഒരാളെടുത്ത് പറയുമ്പോൾ അവർക്കത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് പുള്ളി പറഞ്ഞു, പുള്ളിയുടെ റെഫറൻസ് ഒക്കെ നമുക്ക് തന്നിരുന്നു. അത് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നു. അതിൽ പുള്ളീനെ ഏറ്റവും സന്തോഷിച്ച പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി അത് ഇപ്പോൾ ലേബർ കോൺട്രാക്റ്റ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്ട്രക്ചറൊക്കെ 3400 സ്ക്വയർ ഫീറ്റുള്ള ഒരു സാധനം 2650 പുള്ളിയുടെ എല്ലാ ആവശ്യം നടക്കുന്നു. ഏകദേശം 800 സ്ക്വയർ ഫീറ്റിൻ്റെ ഡിഫറൻസ് വരുന്നു. അപ്പോൾ അതിന് നമ്മൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത്, സാറ് UK-ലാണ്, സാറ് ഇയർലി വൺസ് ആണ് വരിക, അതും 20 ഡേയ്സിനൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സാർ ഇങ്ങനെ ഒരു 200-250 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബെഡ്റൂം എന്തിനാണ് സാറിന്? അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ പുള്ളിയുടെ എല്ലാ റിക്വയർമെൻറ്റും നടക്കാൻ വേണം. അങ്ങനെ പല സ്ഥലങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ, ഇപ്പോൾ നോർമലി ഡിസൈനിൽ പറയുമല്ലോ അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അപ്പോൾ അതിൽ ബഡ്ജറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അനാവശ്യം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പല സ്പേസും യൂസ് ഇല്ലാത്ത പല സ്പേസുകളൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ആ പുള്ളി അത് ഹാപ്പിയായി, ഞങ്ങൾക്കൊരു പുതിയ ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റി. അപ്പോൾ ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർ നമുക്ക് പുതിയത് വന്നിട്ടുള്ള ഡിസൈൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഫ്ലോർ പ്ലാൻ പുള്ളി അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ പുള്ളി ആദ്യം നമ്മളടുത്ത് വന്നപ്പോൾ ഒരു ഹില്ലി ഏരിയ പുള്ളിയെടുത്ത് പുള്ളി പറഞ്ഞത് ആ പ്ലോട്ട് കട്ട് ചെയ്തിട്ട് പുള്ളിക്ക് ഒരു നോർമൽ ഹൗസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ പ്ലോട്ട് കട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ സോയിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൗൺ പ്ലാനിങ്ങിൽ നിന്നൊക്കെ എടുത്ത് കട്ടിങ്ങിനുള്ള ലൈസൻസ് ഇതൊക്കെ എടുത്തിട്ട് വേണം. അങ്ങനെയാണ് ഇത് ഒഴിവാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഉള്ള നാച്ചുറൽ കണ്ടീഷൻ എഫക്റ്റ് ചെയ്യണ്ട, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും റിട്ടൈനിങ് വാളോ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് സ്ട്രോങ് ആക്കിയിട്ട്, നമ്മൾ അതിന് കൊടുത്തത് ആദ്യം പല ലെവലിലായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തത്. പുള്ളിക്ക് അത് കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല. പക്ഷേ നമ്മൾ ഫോട്ടോ റെഫറൻസുകളും പിന്നെ അതിൻ്റെ ഡിസൈൻ റെഫറൻസ് ഒക്കെ വെച്ച് ഇത് എങ്ങനെയാണ് വരിക എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ പുള്ളി സെക്കൻഡ് ഡ്രാഫ്റ്റിൽ പുള്ളി അത് എഗ്രി ചെയ്തു. അതായത് കംപ്ലീറ്റ്ലി അതായിട്ട് ഒരു കണക്ഷനും പുള്ളിക്കില്ല, പുള്ളി അത് കണ്ടിട്ടുമില്ല. ആ പുള്ളി സെക്കൻഡ് ഡ്രാഫ്റ്റിൽ അത് അക്സെപ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് തന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. കാരണം പുള്ളിയുടെ മനസ്സിലേ ഇല്ലാത്തൊരു തോട്ട് പുള്ളി പറഞ്ഞ ഒരു നോർമൽ റെസിഡൻസിൽ നിന്ന് മാറിയിട്ട് ഇതിങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് ഇനി നാളെ അവിടെ ജീവിക്കുന്ന സമയത്ത് പുള്ളിക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരിക്കും. കാരണം ഇപ്പോഴത്തെ സോയിൽ കണ്ടീഷനെ എഫക്റ്റ് ചെയ്യുന്ന നമ്മൾ പല ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഒക്കെ സോയിലിനെ പല രീതിയിലും കട്ട് ചെയ്ത് കളഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന റീസൺസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ഈ ഒരു 2 കാര്യങ്ങളാണ്. അഫ്സൽ, ഈ ഒരു ഫീൽഡ് ശരിക്കും അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു വൺ ചേഞ്ച് എന്തായിരിക്കും? ഏറ്റവും വലിയ ചേഞ്ചും ആൾക്കാർ തീരെ ബോധേഡല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഡിസൈൻ പാർട്ട് ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക എന്നുള്ളതാണ്. ഞാൻ നോർമൽ റെസിഡൻസിൻ്റെ പറയുകയാണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ അതും ഇപ്പോൾ G+2 ഒക്കെ വരുന്ന കൊമേഴ്ഷ്യൽസ് നോർമൽ ഡ്രാഫ്റ്റിനൊക്കെ ചെയ്യുന്നവർക്കുണ്ട്, കോൺട്രാക്ടിങ് ഫേമിനെ കൊണ്ട് ചെയ്യിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഡിസൈൻ ഹാസ് ടു ബി കം ഫ്രം എൻ ആർക്കിടെക്ട്, വെദർ ഇറ്റ്സ് എ സ്മോൾ ആർക്കിടെക്ട് ഓർ ബിഗ് ആർക്കിടെക്ട്, ഇറ്റ് ഹാസ് ടു ബി കം ഫ്രം എൻ ആർക്കിടെക്ട്. അതിൽ നിങ്ങളുടെ എല്ലാ റിക്വയർമെൻറ്റ്സും അതിൽ ഫുൾഫിൽ ആയിരിക്കണം. അത് എത്രയും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അഡോപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടെക്നോളജി ഇത്ര വളർന്നിട്ടും ഇത്ര ഗ്രാജുവേറ്റ്സ് ആർക്കിടെക്ചർ കഴിഞ്ഞ് വന്നിട്ടും ഇത്രയും കമ്പനികൾ ഉണ്ടായിട്ട് പോലും കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യുന്നു. രണ്ടാമത്തത് ഈ ഡിസൈൻ ഫോൾട്ട് കാരണം വരുന്ന എറേഴ്സ് ഭയങ്കരമായിട്ട് സംഭവിക്കുന്നു. പിന്നെ ഇങ്ങനെയുള്ള വർക്കിംഗ് ഡ്രോയിങ്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രോബാക്സ് മാർക്കറ്റിലുള്ളതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ഹാസ് ടു ഗോ ഫോർ ആൻ ആർക്കിടെക്ട്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചേഞ്ച് വേണ്ടത്. പിന്നെ കോൺട്രാക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിലും മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഇപ്പോൾ ഇൻഫോർമേഷൻസ് എവിടെയും അവൈലബിൾ അല്ലാത്തതല്ല. നിങ്ങളത് പറ്റുന്ന അത്രയും കസ്റ്റമർ പഠിക്കുക, ആരെങ്കിലും എടുത്തുനിന്ന് കൺസൾട്ടേഷൻ എടുത്തിട്ട്. ഞാൻ പറയുന്നത് കോൺട്രാക്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങളൊരു ക്ലാരിറ്റി എത്തിയതിന് ശേഷം കോൺട്രാക്റ്റിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും പോകും. ഈ ഒരു 2 ചേഞ്ചുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ട് എടുക്കണം. എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഒരാളുണ്ട് ചെയ്തോളൂ. ഇഫ് ഹീ ഈസ് ഡൂയിങ് പ്രൊഫഷണലി യു ക്യാൻ ഗോ വിത്ത്. ഇനി ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു കോൺട്രാക്റ്റിങ് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ എനിക്കൊരു കമ്പനി ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കോൾ വരുമ്പോൾ നിങ്ങൾ കമ്പനി ഓപ്റ്റ് ചെയ്യണ്ട, നിങ്ങളൊരു കോൺട്രാക്ടർക്ക് കൊടുത്തോളൂ. പക്ഷേ നിങ്ങളൊരു വെൽ ടെക്നിക്കലായിട്ടുള്ള പേഴ്സൻ്റെ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക, അയാളുടെ സപ്പോർട്ട് എടുക്കുക. യു ക്യാൻ ഗോ ഫോർ എ പേഴ്സൺ or യു ക്യാൻ ഗോ ഫോർ എ കമ്പനി, ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ കമ്പനീനെ അങ്ങനെ ആരെങ്കിലും ഓപ്റ്റ് ചെയ്യുക, PMC ചെയ്യുന്നവർ. അപ്പോൾ നിങ്ങളുടെ ഒരു കൺട്രോളിലും ടൈം ലൈനിലും ആ പ്രൊജക്റ്റ് തീരും. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടായിരിക്കും ഈ എല്ലാവരെയും ഡീൽ ചെയ്യുക. കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം എന്താ? അവർ ഇമോഷണലിയാണ്. കാരണം ഇതൊരു ഇമോഷൻ
മിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണ് വീട് അല്ലേ. അപ്പോൾ നമ്മളുടെ തീരുമാനങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം ഇമോഷണലി ആയിരിക്കും. ഇപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോയി, അപ്പോൾ ഇമോഷൻ്റെ പുറത്ത് തീരുമാനം എടുക്കുന്നതിന് പകരം അവിടെ നമ്മൾ ബഡ്ജറ്റ് നോക്കുന്നു, നമ്മളതൊരാൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ബഡ്ജറ്റിലേക്ക് നിൽക്കും. നമ്മൾക്ക് ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ സേവ് ചെയ്യാം. പിന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ ഒരു PMCയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൽ നിങ്ങളാണെങ്കിൽ ഒരൊറ്റ ടൈൽ ഷോപ്പിൽ നിന്ന് കോട്ട് എടുക്കുക. ഞാൻ എൻ്റെ PMC കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ വരിക, ടൈലിൻ്റെ ഒക്കെ ഷോറൂംസ് ഉണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള. ഷോപ്പിൽ പോകണ്ട, ഷോറൂംസിൽ ചെല്ലുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈല് സെലക്ട് ചെയ്യുക. അത് നമ്മൾ പ്രൊജക്ട് പ്രൈസിൽ എത്ര ഷോപ്പിൽ നിന്ന്, ഒരു 4-5 ഷോപ്പിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് മേടിക്കാം. ഇതൊരു സാധാരണ ആൾ ചെയ്യില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ചില ടൈൽ ഷോപ്സൊക്കെ ഡെലിവറി ചാർജ് ഒന്നും എടുക്കുന്നില്ല, അവരെന്നെ ഓപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സിൽവാൻ പോലുള്ളവരൊക്കെ ഡെലിവറി ചാർജ് അവരെന്നെ കൊടുക്കുക. ചില ആൾക്കാർ ഡെലിവറി ചാർജ്, കസ്റ്റമർ ഇതിനെക്കുറിച്ച് അവയർഡല്ല, ഒരു 2000 രൂപ ഡെലിവറി ചാർജ് മേടിക്കും. ഇങ്ങനെയുള്ള പല 2000-ങ്ങളും 1000-ങ്ങളും 500-കളും കൂടി ലക്ഷങ്ങളാവും. അപ്പോൾ അതൊക്കെ ഒരു വെൽ ആയിട്ട് അക്കൗണ്ട് ചെയ്ത് വളരെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് തീർക്കാൻ ഇങ്ങനെയുള്ള ടെക്നിക്കൽ പേഴ്സൺസിൻ്റെ സപ്പോർട്ട് എടുക്കുക. അപ്പോൾ ആ ടെക്നിക്കൽ പേഴ്സൺസിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന ഇമോഷൻ്റെ ബേസിലായിരിക്കില്ല, നിങ്ങളും ടെക്നിക്കലി ചോദ്യം ചെയ്യും. നിങ്ങളുടെ അടുത്ത് ഡാറ്റയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനൊരു സൊല്യൂഷൻ ഉള്ളത്. ഇത് വളരെ പെട്ടെന്ന് വരേണ്ട മാറ്റം തന്നെയാണ്. ഇതിനി കുറച്ച് കഴിഞ്ഞിട്ട്, ഇനിയും കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് മാറാനൊന്നുമില്ല. കാരണം വളരെ ക്വിക്ക് സെക്കൻഡിലാണ് ഓരോരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ മാറാതിരുന്നിട്ട് ഇപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നതിലൊരു കാര്യമില്ല. ഈ തീരുമാനം പെട്ടെന്ന് എടുക്കുക, അത് ഓപ്റ്റ് ചെയ്യുക, അത് തന്നെയാണ് മാർഗം. ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഫുള്ളായ കണ്ടീഷൻസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓഫീസിലെ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞിട്ട് എത്തുന്നൊരു സ്പേസ് എന്ന് പറയുന്നത് നമ്മളെ വീടായിരിക്കും. അപ്പം ഈ ഇൻറ്റീരിയർ എത്രത്തോളം നമ്മളെ ഒരു മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്? എല്ലാവരും സമാധാനമല്ലോ, മെൻ്റൽ ഹെൽത്ത്, പീസ്. അതിന് നമ്മൾ പോകുന്നത് ട്രിപ്പ് പോകുക എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർ നേച്ചറാണ് ഓപ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഫോണൊന്നും ഉപയോഗിക്കാണ്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ ഒരു സമാധാനം എന്നുള്ള രീതിയിൽ പോകുന്നത്. ഇതിൽ ആകെ 2-3 കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും ബേസിക്കായിട്ട്. ആ ഇഷ്ടങ്ങൾ ഡിസൈനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയാൻ പറ്റുന്നത്, നമുക്ക് പാഷ്യോസ്, വീടിൻ്റെ ഉള്ളിലുള്ള പാഷ്യോസ് ഓപ്റ്റ് ചെയ്യാം. പിന്നെ റീഡിങ് സ്പേസസുകൾ ഓപ്റ്റ് ചെയ്യാം. റീഡിങ് സ്പേസസ് നമുക്ക് പല സ്ഥലത്തിൽ ചെയ്യാം. നമുക്കൊരു ലൈബ്രറി സ്പേസ് പോലെ ഓപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ബെഡ്റൂംസ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഓപ്റ്റ് ചെയ്യുന്നില്ല, റീഡിങ്ങിനൊന്നും ഓപ്റ്റ് ചെയ്യുന്നില്ല. ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ റീഡിംഗ് ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഉറക്കമില്ലാത്തവർക്ക് അത് ചെയ്യാം കേട്ടോ. അതല്ലാതെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബേ വിൻഡോസ് ചെയ്യാം. അത് പല രീതിയിൽ ചെയ്യാം. ബേ വിൻഡോ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സെറ്റ് ബാക്കിനെ എഫക്റ്റ് ചെയ്യാത്ത കാര്യം. ഇപ്പോൾ ചില വീടുകൾ ഒരു 5 സെൻറ്റിലൊക്കെ ചെയ്യുന്ന വീടുകൾക്കൊക്കെ വീടിൻ്റെയും അതിരും തമ്മിൽ 1 മീറ്റർ ഡിസ്റ്റൻസ് വേണമെന്നുണ്ട്. അപ്പോൾ ഈ 1 മീറ്റർ ഡിസ്റ്റൻസിൽ അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനത്തെ ഒന്നും ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, വീടിൻ്റെ വിൻഡോ ഒരു 60 സെൻറ്റിമീറ്റർ ഇരിക്കുന്ന ആ വിൻഡോയുടെ സിൽ ലെവൽ ഒരു 60 സെൻറ്റിമീറ്റർ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ സെറ്റ് ബാക്കിൽ എഫക്റ്റ് ചെയ്യില്ല. എന്നാൽ നമുക്ക് അവിടെ ഒരു റീഡിങ് സ്പേസ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് വേണമെങ്കിൽ അവിടെ ഇരിക്കാം. ഈ സ്പേസ് കുറവുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ നമുക്ക് പാഷ്യോസ്, ഗ്രീനറി സ്പേസുകൾ, ഇങ്ങനെ ഏതെങ്കിലും ഒരു യുണീക്ക് സ്പേസുകൾ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളൊരെണ്ണം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആർക്കിടെക്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ആൾക്കാരുടെ എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ. എൻഡ് ഓഫ് ദ ഡേ ജീവിക്കുന്നത് എനിക്ക് സമാധാനം വേണ്ട എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ സമാധാനം എന്നുള്ളൊരു സ്ഥലത്തേക്ക് കയറി വരിക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ഫാക്ടറാണ്, അത് വേറെ. പക്ഷേ വീട്ടിൽ ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ പോലും കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ, ഇപ്പോൾ നോർമലി എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലൊന്നും അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല എനിക്ക്. ഇപ്പോൾ ഞാനൊരു ബെഡ്റൂം അങ്ങനെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോള് ടോയ്സൊക്കെ ഫുൾ നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ, അപ്പോൾ കുറച്ച് ഹൈജീനിക് ആയിട്ടുള്ള പാർട്ട്ണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ അതിനൊരു സ്പേസ് നമുക്ക് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ആ സ്പേസ് നമുക്ക് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിൽ നടക്കും. ഇപ്പോൾ കിഡ്സ് റൂമൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 2 ഡെക്കറായിട്ടൊക്കെ ചെയ്യാം. പിന്നെ വലിയ ഇപ്പോൾ സ്ലോ പ്രൂഫ് ചെയ്യുന്നവരുണ്ടല്ലോ, വീടിൻ്റെ സ്ലോ പ്രൂഫ് ചെയ്യുന്നവർക്ക് നോർമലി വാളിൽ നിന്ന് സീലിങ്ങിലേക്കുള്ള ഹൈറ്റ്, ഫ്ലോറിൽ നിന്ന് സീലിങ്ങിലേക്കുള്ള ഹൈറ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ 2 ഫ്ലോർ വരെ ഒരു മെസനൈൻ ഫ്ലോർ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്റ്റെപ്പ് കയറിയിട്ട് ഒരു ഫ്ലോർ നമുക്ക് കൊടുക്കാം. ഇങ്ങനെയുള്ള ഡിസ്കഷൻസൊക്കെ എനിക്കിങ്ങനെയുള്ള സ്പേസ് വേണം, എനിക്കിങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട് എന്ന കസ്റ്റമർ പറയുന്നതിൽ നിന്ന് വരുന്നതാണ്. ചില ആർക്കിടെക്ട്സ് അത് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും അത് ചോദിക്കുക. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല.
ഇതെല്ലാവരും വീട് എല്ലാവരും ഇപ്പോൾ എല്ലാവരുടെയും ഡ്രീമാണ് എന്നൊക്കെ പറയുന്നില്ലേ, എല്ലാവരുടെയും എൻഡ് ഓഫ് ദ ഡ്രീം എന്ന് പറയുന്നത് പീസ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനൊരു കാരണമാണ് വീട് അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണത്തിൽ ആ ഘടനകൾ അതിൻ്റേതായിട്ടുള്ള എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യൽ വളരെ മാൻഡേറ്ററി ആണ്. അത് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. സോ ഇപ്പം നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഒരു സെക്കൻഡ് എപ്പിസോഡിന് റെഡിയായി ഇവിടെ വന്നതിന് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമുക്ക് ഉടനെ തന്നെ ഒരു തേർഡ് എപ്പിസോഡ് കൂടി പ്ലാൻ ചെയ്യേണ്ടി വരും, കാരണം ഇനിയും ഉണ്ട് കാര്യങ്ങൾ ഡിസ്കസ്. അല്ല തീർച്ചയായിട്ടും, ഞാൻ സെക്കൻഡ് എപ്പിസോഡ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. തേർഡും ഫോർത്തും നമുക്ക് പോകാം. എന്താ സംസാരിക്കാൻ കുറേ ഉണ്ടല്ലോ, പറയാനും കുറേ കാര്യങ്ങളുണ്ട്. ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ, മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള സംശയങ്ങളുണ്ട്. ഇതിപ്പോൾ ഇവരുടെ കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം നമുക്കത് റിസോൾവ് ചെയ്യാൻ പറ്റും അത്രത്തോളം സമയം നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യാം. ഈ ഡിസ്കഷനും ഭയങ്കര ഇൻഫോർമേറ്റീവ് തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം, ഇനിയുണ്ട് കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷെ സമയം പ്രശ്നമാണല്ലോ, 1.5 മണിക്കൂറിന് മുകളിലുള്ള വീഡിയോ ഒന്നും ആൾക്കാർ കാണുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.